السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين، ومن تبعهم بإحسان إلى يوم الدين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم إنا نسألك خير هذه الليلة وخير ما بعدها، ونعوذ بك من شر ما في هذه الليلة وشر ما بعدها يا رب العالمين. اللهم يا حي يا قيوم برحمتك نستغيث، اصلح لنا إلهنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. സഹോദരങ്ങളെ, കിതാബ് തൗഹീദിലെ ആമുഖമായ ആദ്യ ഭാഗത്തിലെ അവസാന ഹദീസാണ് നമുക്ക് വിശദീകരിക്കുന്നത്. ഈ അധ്യായത്തിൽ ആമുഖമായി ഷെയ്ഖ് കൊണ്ടുവന്നിട്ടുള്ള തെളിവുകളിൽ സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും സ്ഥിരപ്പെട്ട പ്രസിദ്ധമായ ഹദീസാണ് നമുക്കിനി വിശദീകരിക്കാനുള്ളത്. وعن معاذ بن جبل رضي الله عنه قال كنت رديف النبي صلى الله عليه وسلم. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണിത്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാരുടെ കൂട്ടത്തിലെ ശ്രേഷ്ഠനായ സ്വഹാബിയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അഅലമുന്നാസി ഫിൽ ഹലാലി വൽ ഹറാം, സ്വഹാബികളുടെ കൂട്ടത്തിൽ ഹലാലും ഹറാമും നന്നായി അറിയുന്ന ആൾ, ദീനിൻ്റെ ഹലാലുകളും ഹറാമുകളും നന്നായി അറിയുന്ന ആളെന്ന് വിശേഷിപ്പിക്കപ്പെട്ട യാ മുആദ് വല്ലാഹി ഇന്നി ലഉഹിബ്ബുക്, ഓ മുആദ്, അള്ളാഹു സത്യം, ഞാൻ താങ്കളെ ഇഷ്ടപ്പെടുന്നു എന്ന് അള്ളാഹുവിനെ സത്യം ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹവും ഇഷ്ടവും കരസ്ഥമാക്കിയ മഹാനായ സ്വഹാബിയാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര് മുആദ് ബിൻ ജബൽ ഇബ്നു അംർ ബിൻ ഔസ് ഇബ്നു കഅബ് ഇബ്നു അംർ അൽ ഖസ്റജി അൽ അൻസാരി, അൻസാരിയായ സ്വഹാബിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ബദർ അടക്കം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുത്ത എല്ലാ യുദ്ധത്തിലും അദ്ദേഹം പങ്കുചേർന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഫതഹ് മക്കയ്ക്ക് ശേഷം മക്കക്കാരെ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി നിയോഗിച്ചത് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ ആയിരുന്നു. അതുപോലെ തന്നെ പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തോടടുക്കുന്ന ആ വർഷം മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് ഖാദിയായി, അതുപോലെ തന്നെ അവിടുത്തെ ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനുള്ള പ്രബോധകനായി അവിടുന്ന് നിയോഗിക്കുകയുണ്ടായി. യമനിലേക്ക് പ്രബോധന ദൗത്യമേൽപ്പിക്കപ്പെട്ട രണ്ട് സ്വഹാബിമാരിൽ ഒരാൾ മുആദ് റളിയല്ലാഹു അൻഹു ആണ്. പിന്നീട് ഹിജറ 18-ാം വർഷം ഷാമിലാണ്, ഇന്നത്തെ സിറിയയും ഇറാഖുമെല്ലാം ഉൾക്കൊള്ളുന്ന പ്രദേശത്തെ ഷാമിലാണ് അവിടെ പിടിപെട്ട താവൂസ് ഹംവാസ് പ്ലേഗ് രോഗത്തിലാണ് അദ്ദേഹം മരണപ്പെട്ടത്. അദ്ദേഹത്തിന് മരിക്കുമ്പോൾ 40-ൽ താഴെ മാത്രമാണ് പ്രായമുണ്ടായിരുന്നത്. ഇതാണ് മുആദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് സാമാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം. മുആദ് റളിയല്ലാഹു അൻഹു പറയണം, കുൻതു റദീഫൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഹിമാരിൻ, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഒരു കഴുതയുടെ പുറത്ത് അവിടുത്തെ പുറകിലായി യാത്ര ചെയ്യുകയായിരുന്നു. ഫഖാല ലി, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, യാ മുആദ്, അതദ്രി മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദി വമാ ഹഖ്ഖുൽ ഇബാദി അലല്ലാഹ്. ഓ മുആദ്, അള്ളാഹുവിൻ്റെ അടിമകൾക്കുമേൽ അള്ളാഹുവിനോടുള്ള ഹക്കും അള്ളാഹുവിന് അവൻ്റെ അടിമകളുടെ മേലുള്ള ഹക്കും താങ്കൾക്കറിയുമോ? മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖുൽതു അല്ലാഹു റസൂലുഹു അഅലം, ഞാൻ പറഞ്ഞു അള്ളാഹുവും അവൻ്റെ റസൂലുമാണ് ഏറ്റവും നന്നായി അറിയുന്നവൻ.
ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ഹഖ്ഖുല്ലാഹി അലൽ ഇബാദി അയഅ്ബുദൂഹു വലാ യുശ്രികൂ ബിഹി ഷൈഅ. അള്ളാഹുവിൻ്റെ അടിമകൾക്കുമേൽ അള്ളാഹുവിനോടുള്ള ഹക്ക് എന്നാൽ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുകയും അവനോടുള്ള ഇബാദത്തിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യുക എന്നതാണ്. ഇതാണ് അള്ളാഹുവിൻ്റെ അടിമകൾക്കുമേൽ അള്ളാഹുവിനോടുള്ള ഹക്ക്. വഹഖുൽ ഇബാദി അലല്ലാഹ് അല്ലാ യുഅദ്ദിബ മൻ ലാ യുശ്രികു ബിഹി ഷൈഅ. ഇത് നിറവേറ്റിയാൽ തിരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകൾക്ക് നൽകുന്ന ഹക്ക് എന്ന് പറഞ്ഞാൽ അല്ലാ യുഅദ്ദിബ മൻ ലാ യുശ്രികു ബിഹി ഷൈഅ, അള്ളാഹുവിനോട് യാതൊന്നിനെയും ശിർക്ക് വെക്കാത്തവരെ ശിക്ഷിക്കാതിരിക്കുക എന്നുള്ളതാണ് അള്ളാഹു നൽകുന്ന ഹക്ക്. മുആദ് റളിയല്ലാഹു അൻഹു പറയണം, ഖുൽതു, അപ്പോൾ ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, അഫലാ ഉബശ്ശിറുന്നാസ്, ഈ കാര്യം ജനങ്ങളെ ഞാൻ സന്തോഷവാർത്ത അറിയിക്കട്ടെയോ? ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ലാ തുബശ്ശിർഹും ഫയത്തകിലു, താങ്കൾ അവരെ സന്തോഷവാർത്ത അറിയിക്കേണ്ടതില്ല. അവർ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാതെ നിഷ്ക്രിയരായി ഈ കാര്യത്തിൽ ചടഞ്ഞുകൂടിയിരുന്നേക്കാം. അതുകൊണ്ട് ഇക്കാര്യം അവരെ സന്തോഷവാർത്ത അറിയിക്കേണ്ടതില്ല. അഖ്റജാഹു ഫി സ്വഹീഹൈൻ, സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും വന്നിട്ടുള്ള മുത്തഫഖുൻ അലൈഹി ആയ ഹദീസാണ്. ഇതാണ് ഹദീസിൻ്റെ പ്രത്യക്ഷത്തിലുള്ള അർത്ഥം. ഇൻഷാ അല്ലാഹ് ഈ ഹദീസിലെ ഓരോ വാചകങ്ങളും നമുക്ക് വിശദീകരിക്കാനുണ്ട്. മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിലായി വാഹനമൃഗത്തിൻ്റെ പുറകിൽ യാത്ര ചെയ്യുകയാണ്. കുൻതു റദീഫൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റദീഫ് എന്ന് പറഞ്ഞാൽ ഒരു വാഹനമൃഗം അതിൻ്റെ മുൻപിലിരിക്കുന്ന ആളുടെ പിന്നിലിരിക്കുന്ന ആൾ, വാഹനമൃഗത്തിൻ്റെ പിന്നിലിരിക്കുന്ന, അങ്ങനെ യാത്ര ചെയ്യുന്ന ആൾക്കാണ് റദീഫ് എന്ന് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല ഹിമാരിൻ, കഴുതപ്പുറത്താണ് ഈ സാഹചര്യത്തിൽ യാത്ര ചെയ്തത്. ഈ ഹദീസിൻ്റെ പശ്ചാത്തലത്തിൽ നബി കഴുതപ്പുറത്താണ് യാത്ര ചെയ്തത്. പഴയകാലത്ത് അറബികൾ അധികവും കുതിരയിന്മേലും ഒട്ടകപ്പുറത്താണ് യാത്ര ചെയ്യുക. അപൂർവമായിട്ടാണ് കഴുതപ്പുറത്ത് ഒട്ടകത്തെയും കുതിരയും അപേക്ഷിച്ച് കഴുതപ്പുറത്ത് യാത്ര ചെയ്യുന്നത് അപൂർവമാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട്. ആരായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? ഒരു കഴുതപ്പുറത്ത് അദ്ദേഹം യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ നബി അത്രയും ലാളിത്യം ജീവിതത്തിൽ കാണിച്ച ആളായിരുന്നു. ഇന്നത്തെ കാലത്ത് നേതാക്കന്മാർ ആളുകളുടെ കണ്ണിൽ വില കുറഞ്ഞൊരു കാറിൽ സഞ്ചരിക്കാൻ മടിക്കും, അല്ലേ? അഭിനവ കാറിൻ്റെ GMCകൾ നമ്മൾ കാണാറുണ്ട്. വലിയ ക്രോർ വിലയുള്ള കാറിലെ ഇന്നത്തെ ദീനി രംഗത്തെ നേതാക്കന്മാർ വരെ പുരോഹിതന്മാരെ സഞ്ചരിക്കുകയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നത്തെ കാലത്തെ ഏറ്റവും വില കുറഞ്ഞ വാഹനമായ കഴുതപ്പുറത്ത് സഞ്ചരിച്ചത് നബിയുടെ ലാളിത്യമാണ്, നബിയുടെ വിനയമാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏകദേശം 30ഓളം സ്വഹാബിമാരെ പണ്ഡിതന്മാർ ചിലർ അവരെണ്ണിയിട്ടുണ്ട്. നബിയുടെ വാഹനമൃഗത്തിൻ്റെ പുറകിലിരുന്ന് യാത്ര ചെയ്ത സ്വഹാബിമാരിൽ 30ഓളം പേരെ പണ്ഡിതന്മാർ എണ്ണിയതായി കാണാം. അതിലൊരാളാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, മറ്റൊരു സ്വഹാബിയാണ് അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇവരെ പോലെ അപ്പൊ നബി അവിടുത്തെ വാഹനമൃഗത്തിന്റെ പുറകിൽ സ്വഹാബത്തിനെ പിന്നിലിരുത്തി യാത്ര ചെയ്യാറുണ്ടായിരുന്നു. അത് നബിയുടെ വിനയമാണ്, അവിടുത്തെ ലാളിത്യമാണ്. ലോകരുടെ നേതാവായിരുന്നു അദ്ദേഹം, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ അഹങ്കാരത്തിന്റെ യാതൊരു ലാഞ്ചനയും അവിടുത്തെ ജീവിതത്തിൽ നമുക്ക് സ്പർശിച്ചതായി കാണാൻ സാധിക്കുകയില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കഴുതക്ക് ഒരു പേരുണ്ടായിരുന്നു എന്നാണ് ചില റിപ്പോർട്ടുകളിൽ കാണാം. ഈ കഴുതയുടെ പേര് ഉഫൈർ എന്നായിരുന്നു. ഉഫൈർ എന്നായിരുന്നു ഈ കഴുതയുടെ പേര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അന്നത്തെ കാലത്തെ മിസ്റിൻ്റെ ഭരണാധികാരിയായിരുന്ന മുഖൗഖിസ് എന്ന് പറയുന്ന അദീമു മിസ്റിലെ ഭരണാധികാരി നബിക്ക് സമ്മാനിച്ചതായിരുന്നു ഈ കഴുത, ഉഫൈർ എന്ന പേരുള്ള കഴുത. അപ്പം ഈ ഹദീസിൻ്റെ പാഠങ്ങളിൽ നിന്ന് പണ്ഡിതന്മാർ ചിലർ പറഞ്ഞു, നമുക്കൊരു വളർത്തുമൃഗം ഉണ്ടെങ്കിൽ അതിന് പേരിടാം. അതിന് പേരിടുക എന്നുള്ളത് ഈ ഹദീസിൽ നിന്ന് ലഭിക്കുന്ന കാര്യമാണ്. ഉഫൈർ എന്നാണ് ഈ കഴുതക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇട്ട പേര്. അപ്പോൾ വളർത്തുമൃഗങ്ങളുണ്ടെങ്കിൽ, പെറ്റ്സൊക്കെ ഉണ്ടെങ്കിൽ പേരിടാം. നമ്മൾ പേരിടുമ്പോൾ ശ്രദ്ധിക്കണം, മുസ്ലിങ്ങൾ പേരിടേണ്ടത് മുസ്ലിങ്ങളുടെ പേരാണ്, അല്ലേ? ചില വാഹനമൃഗങ്ങളുടെ പേര് കേട്ട് കഴിഞ്ഞാൽ ഞാൻ പറയേണ്ടതില്ലല്ലോ. അപ്പം നമ്മൾ ഇസ്ലാമിൻ്റെ സംസ്കാരത്തിനൊത്ത പേരുകളാണ് സ്വീകരിക്കേണ്ടത്. ഇവിടെ ഉഫൈർ എന്ന് കഴുതക്ക് പേര് വെച്ചത്
ഈ മണ്ണിന്റെ നിറം ഉണ്ടല്ലോ, മണ്ണിന്റെ നിറത്തിനാണ്, അതിൽ നിന്നുണ്ടായതാണ് ഉഫൈർ എന്നുള്ള പദം. കഴുതന്റെ നിറം ഏകദേശം അങ്ങനെയാണല്ലോ, അപ്പൊ അതിന് സമാനമായ പേരായിരുന്നു അത്. ശരി. അതുപോലെ തന്നെ വാഹനമൃഗത്തിന്റെ പുറകിലിരുന്ന് യാത്ര ചെയ്യാം എന്നതും ഈ ഭാഗത്തിൽ നിന്നുള്ള പാഠമായി പണ്ഡിതന്മാർ അറിയിക്കുന്നു. നബിയുടെ വിനയം അത് ഈ ഭാഗത്തെ മറ്റൊരു പാഠമാണ്. വാഹനമൃഗത്തിന് പേരിടാം എന്നത് മറ്റൊരു പാഠമാണ്. 4ാമത്തെ പാഠം, 3 പാഠങ്ങളാണ് ഇത്രയും ഭാഗത്ത് നിന്ന്. കുൻതു റദീഫൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഹിമാരിൻ എന്ന ഭാഗത്ത് നമുക്ക് കിട്ടാനുള്ളത്. 4ാമത്തെ പാഠം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹുവിനെ പുറകിലിരുത്തി യാത്ര ചെയ്യുമ്പോൾ മുആദ് റളിയല്ലാഹുവിനെ വിളിച്ചു ചോദിക്കുകയാണ്, യാ മുആദ്. ചില റിപ്പോർട്ടുകളിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു ആദ്യം യാ മുആദ് എന്ന് വിളിച്ചു. അപ്പൊ മുആദ് റളിയല്ലാഹു അൻഹു ലബ്ബൈക യാ റസൂലല്ലാഹ് വസഅദൈക, അല്ലാഹുവിന്റെ റസൂലേ, താങ്കൾക്ക് ഇതാ ഞാൻ ഉത്തരം ചെയ്തിരിക്കും. താങ്കൾ എന്താണ് പറയുന്നത്? താങ്കളെ സേവനം ചെയ്യാൻ, താങ്കൾക്ക് സേവനം ചെയ്യാൻ ഞാൻ സന്നദ്ധനാണ്. ലബ്ബൈക യാ റസൂലല്ലാഹ് വസഅദൈക. നബി മിണ്ടിയില്ല. നബി അല്പം നിശബ്ദമായി. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു, യാ മുആദ്, ഓ മുആദ്. അപ്പോഴും മുആദ് റളിയല്ലാഹു അൻഹു മറുപടി ആവർത്തിച്ചു, ലബ്ബൈക യാ റസൂലല്ലാഹ് വസഅദൈക. വീണ്ടും നബി നിശബ്ദനായി. 3ാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു. മുആദ് റളിയല്ലാഹു അൻഹു അതുപോലെ മറുപടി പറഞ്ഞു, ലബ്ബൈക യാ റസൂലല്ലാഹ് വസഅദൈക. അങ്ങനെയാണ് നബി ഈ ചോദ്യം ചോദിക്കുന്നത്, അതദ്രി മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദി വമാ ഹഖ്ഖുൽ ഇബാദി അലല്ലാഹ്. അല്ലാഹുവിനോട് അവന്റെ അടിമകൾക്ക് മേലുള്ള ഹക്കും അല്ലാഹുവിന് അടിമകളോടുള്ള ഹക്കും താങ്കൾക്കറിയുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ഇതൊരു അധ്യാപകന്റെ, ദീൻ പഠിപ്പിക്കുന്ന ഒരു പണ്ഡിതന്റെ, ഒരു ആലിമിന്റെ മനോഹരമായ ശൈലിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപന രംഗത്തെ ആകർഷണീയമായ ശൈലിയാണിത്. പഠിപ്പിക്കപ്പെടുന്ന ആളുകളോട് ചോദ്യം ചോദിക്കുക, ആ ചോദ്യം ആവർത്തിക്കുക, അവരെ ശ്രദ്ധയാകർഷിക്കുന്ന രൂപത്തിൽ പഠിപ്പിക്കപ്പെടുന്ന കാര്യം അവർക്ക് സമ്മാനിക്കുക എന്നുള്ളത്. നോക്കൂ, നിങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞു മുആദ് റളിയല്ലാഹു അൻഹു 3ാമത്തെ തവണയാണ് വിളിച്ചിട്ട്, അല്ലെ ആദ്യത്തെ 2 തവണ നബി ഒന്നും പറഞ്ഞില്ല. ആ സമയത്ത് മുആദ് റളിയല്ലാഹുവിന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? വാഹനമൃഗത്തിന്റെ, നിങ്ങൾ ആ രംഗം ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. വാഹനമൃഗത്തിന്റെ പുറകിലിരിക്കണം, യാ മുആദ്, ഓ മുആദ് എന്ന് വിളിക്കുകയാണ്. അപ്പൊ നബി എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ട് എന്ന് മുആദ് റളിയല്ലാഹുവിന് മനസ്സിലായി. അതാണ് ലബ്ബൈക യാ റസൂലല്ലാഹ് വസഅദൈക എന്ന് പറഞ്ഞു. നബി ഒന്നും മിണ്ടിയില്ല. വീണ്ടും ആവർത്തിച്ചു. വീണ്ടും അദ്ദേഹം ശ്രദ്ധയാകർഷിക്കപ്പെട്ടു. 3ാമതും വിളിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഭവം പറയുന്നത്. അപ്പോൾ മുആദ് റളിയല്ലാഹുവിന്റെ ശ്രദ്ധയിൽ ആഴത്തിൽ അത് പതിയും. അനുവാചകർക്ക് അവരോട് ചോദ്യം ചോദിച്ച് മനോഹരമായ ശൈലിയിൽ കാര്യങ്ങൾ സമ്മാനിക്കുമ്പോൾ അതവരെ ഹൃദയത്തെ സ്വാധീനിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ ഇങ്ങനത്തെ ശൈലി ധാരാളമായി നമുക്ക് കാണാം. ചോദ്യരൂപത്തിൽ, ചോദ്യോത്തര രൂപത്തിൽ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനോഹരമായ അധ്യാപന ശൈലി ഈ ചോദ്യത്തിൽ നമുക്ക് ലഭിക്കുന്ന മറ്റൊരു പാഠമാണ്. ശരി, എന്താണ് മുആദ് റളിയല്ലാഹു അൻഹു ഈ ചോദ്യം കേട്ടപ്പോൾ തിരിച്ചു പറഞ്ഞത്? ഖുൽതു അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹു വറസൂലുഹു അഅലം. ഞാൻ പറഞ്ഞു, അല്ലാഹും അവന്റെ റസൂലുമാണ് ഏറ്റവും നന്നായി അറിയുന്നവർ. ഇത് മുആദ് റളിയല്ലാഹുവിന്റെ വിനയമാണ്. അതുപോലെ തന്നെ സഹാബത്തിന്റെ പാരമ്പര്യമാണ്. നോക്കൂ നിങ്ങൾ, വളരെ അടിസ്ഥാനപരമായൊരു വിഷയമാണത്. അള്ളാഹുവിന്റെ അടിമകൾക്കുമേൽ അള്ളാഹുവിനോടുള്ള ഹക്ക് എന്താണ്? അതാണല്ലോ ദീനിന്റെ അടിത്തറ. തിരിച്ച് അള്ളാഹു അവർക്ക് സമ്മാനിക്കുന്നത് എന്താണ്? നമ്മളാണെങ്കിൽ, നമ്മളോടാണ് ഇങ്ങനെ ഒരു ചോദ്യം ഈ പശ്ചാത്തലത്തിൽ ചോദിക്കപ്പെട്ടതെങ്കിൽ നമ്മളെങ്ങനെയായിരിക്കും മറുപടി പറയാം? നമ്മളൊന്ന് ഊഹിക്കാൻ ശ്രമിക്കും, ഒരു കമ്മച്ചം മറുപടി അടിക്കാൻ ശ്രമിക്കും, അല്ലേ? നമുക്ക് 100% ഉറപ്പില്ലാത്ത കാര്യം ഏകദേശമൊക്കെ ഒരു ധാരണ ഉള്ളതാണെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ പറഞ്ഞൊപ്പിക്കാൻ നമ്മൾ നോക്കും. സ്വഹാബത്ത് പൂർണ്ണമായും അവർക്കറിയാത്തത്, വ്യക്തമായും കൃത്യമായി അവർക്കറിയാത്തത്, അറിയില്ല എന്ന് പറയാൻ അവർക്ക് യാതൊരു മടിയില്ലായിരുന്നു. അതായിരുന്നു സ്വഹാബത്തിന്റെ പാരമ്പര്യം. ചില്ലറക്കാരനാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. അഅലമുഹും അഅലമുൻ നാസി ബിൽ ഹലാൽ വൽ ഹറാം. ഹലാലും ഹറാമും സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി അറിയുന്നവനെന്ന് വിശേഷിപ്പിക്കപ്പെട്ട സ്വഹാബിയാണ്, അല്ലേ? അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ നിങ്ങൾ പഠിക്കണമെന്ന് പേര് നിർദ്ദേശിച്ച 4 സ്വഹാബികളിൽ ഒരാളായിരുന്നു മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദും ഉബയ്യ് ബിൻ കഅബും അതുപോലെ അടങ്ങുന്ന മറ്റു സ്വഹാബികളുടെ കൂട്ടത്തിൽ ഖുർആൻ പഠിപ്പിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. അദ്ദേഹം അറിയാത്ത കാര്യം അറിയില്ല എന്ന് തന്നെ പറഞ്ഞ്
അള്ളാഹുവിലേക്കും അവൻ്റെ റസൂലിലേക്കും അറിവിനെ മടക്കി മറുപടി നൽകി. അത് സ്വഹാബത്തിൻ്റെ പാരമ്പര്യമായിരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് കൃത്യമായും വ്യക്തമായും അറിയാത്ത ഒരു കാര്യവും ദീനിൻ്റെ പേരിൽ പറയാനോ സംസാരിക്കാനോ നമ്മൾ നിൽക്കരുത്. അറിയാത്തത് അറിയില്ല എന്ന് പറയാൻ നമ്മൾ പഠിക്കണം. ചോദ്യങ്ങളും ചർച്ചകളും വ്യാപകമായി ദീനിൻ്റെ രംഗത്ത് നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ദീൻ അനുസരിച്ച് ജീവിക്കുന്നവർ, ദീൻ അത് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ മറുപടി പറയാൻ ചിലപ്പോൾ നിർബന്ധിതരാകും. നമ്മളോടായിരിക്കും ആളുകൾ കൂടുതൽ ചോദ്യം ചോദിക്കുക. എത്ര ചോദ്യങ്ങൾ കേൾക്കപ്പെട്ടാലും, എത്ര ആളുകൾ മറുപടി പറയാൻ നിർബന്ധിച്ചാലും, എത്ര ആളുകൾ പ്രകോപിപ്പിച്ചാലും, ചോദ്യം ചെയ്താലും അറിയാത്തൊരു കാര്യവും നമ്മൾ മിണ്ടരുത്. അറിയില്ല എന്ന് പറയാൻ, അള്ളാഹുലേക്കും റസൂലിലേക്കും മടക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇത് ഇസ്ലാമിൻ്റെ സ്വഹാബത്തിൻ്റെ പാരമ്പര്യമാണ്. ഇതാണ് 5-ാമത്തെ പാഠം. 6-ാമത്തെ പാഠം, മറ്റൊരു പാഠം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മനുഷ്യന് മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ ഹക്കാണ് ഈ ഹദീസിൻ്റെ ആദ്യ ഭാഗത്തിൽ നമ്മെ പഠിപ്പിച്ചത്. മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ്. അള്ളാഹുവിൻ്റെ അടിമകൾക്ക് അള്ളാഹുവിൻ്റെ മേലുള്ള ഹക്ക് എന്താണ്? അള്ളാഹുവിനോടുള്ള ഹക്ക് എന്താണ്? എന്താണത്? ഹഖ്ഖുല്ലാഹി അലൽ ഇബാദി അയ്യഅ്ബുദൂഹു വലാ യുശ്രികൂ ബിഹി ശൈഅ. നോക്കൂ നിങ്ങൾ, നമുക്ക് ദുനിയാവിൽ പലരോടും കടമകളും കടപ്പാടുകളും ഹക്കും ഉണ്ടാകും. അല്ലെ, മാതാപിതാക്കൾ, അവരോട് മക്കൾക്ക് ഹക്കുണ്ട്. മക്കൾക്ക് തിരിച്ച് മാതാപിതാക്കൾക്ക് ഹക്കുണ്ട്. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ഹക്കുണ്ട്. മുതലാളിയും തൊഴിലാളിയും തമ്മിൽ ഹക്കുണ്ട്. നേതാക്കളും അനുയായികളും തമ്മിൽ ഹക്കുണ്ട്. ഭരണാധികാരികളും ഭരണീയരും തമ്മിൽ ഹക്കുണ്ട്. മുസ്ലിം നേതൃത്വത്തിന് പൊതുജനങ്ങളോട് ഹക്കുണ്ട്. ഇങ്ങനെ ആളുകൾ തമ്മിൽ കടമകളിലും കടപ്പാടുകളിലും ബന്ധിതമാണ് നമ്മുടെ മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ. ഈ കടപ്പാടുകളിലും കടമകളിലും ഏറ്റവും പ്രാധാന്യമുള്ള, ഒന്നാമതായി നമ്മൾ പരിഗണിക്കേണ്ടുന്ന, എല്ലാ മനുഷ്യർക്കും മേൽ ആരോടുള്ള കടമയേക്കാളും കടപ്പാടിനേക്കാളും നിർബന്ധമായ നിക്ഷിപ്തമായ ഹക്കാണ് അള്ളാഹുവിനോടുള്ള ഹക്ക്. ആ ഹക്ക് അറിയാത്തവൻ അവൻ്റെ ജീവിത ലക്ഷ്യം അറിയാത്തവനാണ്. പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു, ജനങ്ങളിൽ അധിക പേർക്കും ഈ ഹക്ക് അറിയില്ല. അള്ളാഹുവിനോട് തനിക്കുള്ള ഹക്ക് എന്താണ്, തൻ്റെ റബ്ബിനോട്, തന്നെ സൃഷ്ടിച്ച തൻ്റെ റബ്ബിനോടുള്ള ബാധ്യത എന്താണ്, കടമ എന്താണെന്ന് അധികം ആളുകൾക്കും അറിയുകയില്ല. അതവരുടെ ജീവിത ലക്ഷ്യമാണ്. അവരെ പടച്ചത് അതിനു വേണ്ടിയാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ആ ലക്ഷ്യം ആളുകൾക്ക് അധികവും അറിയില്ല. പക്ഷേ വേറെ പല ലക്ഷ്യങ്ങളും അവർ നിറവേറ്റുന്നുണ്ടാവും. ഭൗതികമായി പല കടമകളും അവർ നിറവേറ്റുന്നുണ്ടാവും. മാതാപിതാക്കളെ നന്നായി പോറ്റുന്നുണ്ടാവും. മക്കളെയും കുടുംബത്തെയും നന്നായി പോറ്റുന്നുണ്ടാവും. സമൂഹത്തിൽ കാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന ആളായിരിക്കും. പക്ഷെ അവനെ പടച്ച റബ്ബിനോടുള്ള ഹക്ക് അവൻ അറിയുന്നില്ല. അവനേക്കാൾ വലിയ ധിക്കാരി ആരാണുള്ളത്? അവനേക്കാൾ വലിയ നിർഭാഗ്യവാൻ ആരാണുള്ളത്? അവർ മൃഗതുല്യരായി ജീവിക്കുകയാണ്. പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു, അൽ ബഹാഇമു ഖൈറും മിൻഹും. ചിലപ്പോൾ മൃഗങ്ങൾ അവരെക്കാൾ മെച്ചപ്പെട്ടവരാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം എന്താ? മൃഗങ്ങൾ അവരെന്തിനാണ് സൃഷ്ടിച്ചത്? ആ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം അവരെ നിറവേറ്റുന്നുണ്ടാവും. അള്ളാഹുവിനോടുള്ള ഹക്ക് മൃഗങ്ങൾ അവരുടെ സൃഷ്ടിപ്പിന്റെ വൃത്തത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ചിലപ്പോൾ അവർ ചെയ്യുന്നുണ്ടാവും. അള്ളാഹു അവർക്ക് നിശ്ചയിച്ച ഹക്ക് അവർ നിറവേറ്റുന്നുണ്ടാവും. അവരെ യജമാനുള്ള ഹക്ക മൃഗങ്ങൾ നിറവേറ്റുന്നുണ്ടാവും. പക്ഷേ മനുഷ്യന്മാർ റബ്ബ് അവർക്ക് നിർബന്ധമാക്കിയ ഹക്കിനെ കുറിച്ച് അറിവ് പോലുമില്ല. അത് അന്വേഷിക്കുന്നില്ല, പഠിക്കുന്നില്ല, അതനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല. മൃഗങ്ങളെക്കാൾ അതപ്പതിച്ചവരായി ഈ ഹക്ക് മനസ്സിലാക്കാത്ത ആളുകൾ മാറുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അപ്പൊ നമുക്ക് ആരോടും എന്തിനോടുമുള്ള കടമയേക്കാൾ, കടപ്പാടിനേക്കാൾ അള്ളാഹുവിനോടുള്ള ഹക്ക്, അതാണ് ഒന്നാമതായി നമ്മൾ പഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത്. അതാണ് ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. 7-ാമത്തെ പാഠം, എന്താണ് ആ ഹക്ക്? അയ്യഅ്ബുദൂഹു വലാ യുശ്രികൂ ബിഹി ശൈഅ. അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം. അവനോടുള്ള ഇബാദത്തിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കണം. എന്താണ് ഈ പറഞ്ഞത്? ഇതാണ് തൗഹീദിന്റെ വിശദീകരണം. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ തഫ്സീർ. അയ്യഅ്ബുദൂഹു, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക. അതാണ് എന്ത്? ഇസ്ബാത്ത്. വലാ യുശ്രികൂ ബിഹി ശൈഅ, അവനോട് യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക. അതാണ് നഫ്യ്. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ വിശദീകരണമാണിത്. തൗഹീദിന്റെ തഹ്ഖീഖാണ്, സാക്ഷാത്കാരമാണിത്. അപ്പൊ അള്ളാഹുവിനോടുള്ള അവന്റെ അടിമകളുടെ ഹക്ക് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്.
തൗഹീദാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് മനോഹരമായി ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സാക്ഷാത്കാരവും തൗഹീദിന്റെ യാഥാർത്ഥ്യവുമാണ് അള്ളാഹുവിനോടുള്ള ഹക്ക് എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക. അവനോടുള്ള ഇബാദത്തിൽ യാതൊരാളെയും മരിച്ചവരാകട്ടെ ജീവിച്ചിരിക്കുന്നവരാകട്ടെ, അതുപോലെ തന്നെ നിർജീവമായ വസ്തുക്കളാകട്ടെ, ജിന്നാകട്ടെ, മലക്കാകട്ടെ, അമ്പിയാക്കളാകട്ടെ, ചെറിയ ശിർക്കാകട്ടെ, വലിയ ശിർക്കാകട്ടെ, ശിർക്കിന്റെ ഏതൊരു നിസാരമായ രൂപമാകട്ടെ, വാക്കിലോ പ്രവൃത്തിയിലോ ചിന്തയിലോ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ശിർക്കിന്റെ യാതൊരു കലർപ്പുമില്ലാത്ത രൂപത്തിൽ അവനെ ഇബാദത്ത് ചെയ്യണം. ഇതാണ് അള്ളാഹുവിനോടുള്ള ഹക്ക്. പണ്ഡിതന്മാർ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഹക്ക് എന്തിന് നമ്മൾ നിറവേറ്റണം, എന്തിന് നമ്മൾ അള്ളാഹുവിനോട് കടപ്പെട്ടവരാകണം? ഇതാണ് ഇതിലെ 8ാമത്തെ പാഠം. 3 കാര്യങ്ങളാണ് അതിനുള്ളത്. അള്ളാഹുവിനോടുള്ള ഈ ഹക്ക്, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം. അവനോടുള്ള ഇബാദത്തിൽ യാതൊന്നിനെയും നമ്മൾ ശിർക്ക് വെക്കരുത്, പങ്കു ചേർക്കരുത്. ഈ ഹക്ക് 3 രൂപത്തിൽ നമുക്ക് നിർബന്ധമാണ്. 3 അർത്ഥത്തിൽ അള്ളാഹുവിനോടുള്ള ഈ ഹക്കിന് നമ്മൾ കടപ്പെട്ടവരാണ്. ഒന്നാമതായി, ഹഖ്ഖുൻ ഇസ്തഹഖഹു അല്ലാഹു അലാ ഇബാദത്തിൻ അലാ ഇബാദിഹി ബിമുഖ്തലാ കൗനിഹി റബ്ബുഹും വസയ്യിദുഹും വഖാലിഖുഹും. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മളെ പടച്ചവൻ. നമ്മുടെ സൃഷ്ടാവ് അല്ലാഹുവാണ്. നമ്മുടെ ഉടമസ്ഥനും യജമാനനും അല്ലാഹുവാണ്. നമ്മുടെ റബ്ബ് അല്ലാഹുവാണ്. എല്ലാ ബുദ്ധിയുള്ള മനുഷ്യരും അംഗീകരിക്കുന്നതാണ്, തനിക്കൊരു ഉടമസ്ഥനുണ്ടെങ്കിൽ, തനിക്കൊരു യജമാനനുണ്ടെങ്കിൽ, തനിക്കൊരു മുതലാളി ഉണ്ടെങ്കിൽ, തനിക്ക് മുകളിൽ ഒരാളുണ്ടെങ്കിൽ, നേതാവുണ്ടെങ്കിൽ, അതിന് താഴെയുള്ള ആളുകൾ അവരനുസരിക്കും. അള്ളാഹുവാണ് സകലരുടെയും നിയന്താവും സൃഷ്ടാവും ഉടമസ്ഥനുമായവൻ. അവനാണ് മലിക്കുൽ മുലൂക്ക്, രാജാതിരാജനാണ് അവർ. റബ്ബുൽ ആലമീനാണ് അവൻ. അവനാണ് എല്ലാം നിയന്ത്രിക്കുന്നവൻ. അല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചവൻ അവൻ മാത്രമാണ്. 2 സംഗതിയേ ഉള്ളൂ. ഒന്ന് ഖാലിഖ്, മറ്റൊന്ന് മഖ്ലൂഖ്. ഖാലിഖ് അല്ലാഹു മാത്രമാണ്, ബാക്കിയെല്ലാം അവന്റെ മഖ്ലൂക്കുകളാണ്. കുല്ലു മാ സിവല്ലാഹി ആലം, അള്ളാഹുവിന് പുറമെ എല്ലാം ലോകമാണ്. അള്ളാഹു ആകട്ടെ ലോകരുടെ റബ്ബാണ്. അള്ളാഹു നമ്മുടെ റബ്ബാണ്, നമ്മുടെ ഖാലിഖാണ്, നമ്മുടെ മാലിക്കാണ്, നമ്മെ നിയന്ത്രിക്കുന്നവനാണ് എന്നതു മാത്രം മതി അള്ളാഹുവിനോടുള്ള ഹക്ക് നമുക്ക് നിർബന്ധമാകാൻ. കാരണം വേറെ ആരും നമ്മെ സൃഷ്ടിച്ചിട്ടില്ല, വേറെ ആരും നമ്മെ ഉടമപ്പെടുത്തുന്നില്ല, വേറെ ആരും നമ്മെ നിയന്ത്രിക്കുന്നില്ല. അള്ളാഹു മാത്രമാണ്. അള്ളാഹു മാത്രമാണിതെങ്കിൽ അവനോടുള്ള ഹക്കാണ് നീ ഏറ്റവും കടപ്പാടുള്ള ബാധ്യതയായി നിറവേറ്റേണ്ടത്. അപ്പൊ അള്ളാഹുവിനോടുള്ള ഹക്ക് നീ എന്തിനു നിറവേറ്റണം? അവൻ നിന്റെ ഖാലിഖാണ്, മാലിക്കാണ്, റബ്ബാണ്. 2ാമത്തെ ഉത്തരം അല്ലെങ്കിൽ 2ാമത്തെ രൂപം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ, അവൻ നമുക്ക് നൽകിയ നിഅമത്തുകൾ, അതിനോടുള്ള നന്ദി സൂചകമായി അള്ളാഹുവിനോടുള്ള ഹക്ക് നമ്മൾ നിറവേറ്റണം. ഇതും സർവ്വ മനുഷ്യരുടെയും ബുദ്ധി അംഗീകരിക്കുന്ന തത്വമാണ്. നമുക്ക് ആരെങ്കിലും ഒരു നന്മ ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ, നമ്മളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ, മാന്യതയാണ് എന്തെന്നുള്ളത് ആ നന്മ ചെയ്ത ആൾക്ക് തിരിച്ച് നന്മ ചെയ്യുക, അതല്ലെങ്കിൽ അയാൾക്ക് നന്ദിയുള്ളവനാകുക. തിരിച്ചതുപോലെ ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിലും നാവ് കൊണ്ടൊരു നന്ദി വാചകമെങ്കിലും അറിയിക്കുക എന്നുള്ളത്. അനുഗ്രഹങ്ങളും നന്മകളും ചെയ്തു തന്നവരോട് സ്തുത്യർഹരായി പ്രതികരിക്കുക എന്നുള്ളത് സർവ്വ മനുഷ്യരുടെയും ബുദ്ധി അംഗീകരിക്കുന്ന കാര്യമാണ്. അള്ളാഹുവിനോളം അനുഗ്രഹങ്ങൾ നമുക്ക് ചൊരിഞ്ഞവരാരാണുള്ളത്? സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവ് അള്ളാഹുവാണ്. വഇൻ തഉദ്ദു നിഅമതല്ലാഹി ലാ തുഹ്സുഹാ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് എണ്ണാൻ സാധിക്കും, പക്ഷേ ലാ തുഹ്സുഹാ, എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കില്ല, എണ്ണി അവസാനിപ്പിക്കാൻ സാധിക്കില്ല. എണ്ണാം 1, 2, 3 എന്നിങ്ങനെ എണ്ണാം, പക്ഷെ എണ്ണിയാൽ അവസാനിക്കുകയില്ല. ഇതാണ് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ. അള്ളാഹു ഭൗതികമായി നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ, നമ്മുടെ ശരീരത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സന്നിവേശിപ്പിച്ച അനുഗ്രഹങ്ങൾ, പല ആവർത്തി നമ്മൾ അത് ആവർത്തിച്ചിട്ടുള്ളതാണ്. അതിനപ്പുറത്ത് ദീനിയായി അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ. ഇങ്ങനെ ഭൗതികവും മതപരവും ശാരീരികവും സാമ്പത്തികവും സാമൂഹികവുമായി നമ്മുടെ പല ഇസ്ലാമിക നാടുകളിലും, മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന നാടുകളിലും ഇല്ലാത്ത സവിശേഷതകൾ ഇസ്ലാമിക രാജ്യമല്ലാഞ്ഞിട്ട് നമുക്കുണ്ട്. നിർഭയത്വമുണ്ട്, അള്ളാഹുവിൻ്റെ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പ്രത്യക്ഷത്തിൽ അവൻ്റെ ദീനിൻ്റെ ചിഹ്നങ്ങൾ പ്രകടിപ്പിക്കാനുള്ള അവകാശം നമുക്ക്
ഈ നാടിൽ അനുവദിച്ചു തരുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എത്രയാണ്. ഈ അനുഗ്രഹങ്ങൾക്ക് അവനോട് നന്ദിയുള്ളവനായി നമ്മൾ മാറണം. ആ നന്ദി പ്രകടനത്തിന്റെ ഒന്നാമത്തെ ഘട്ടമാണ് അള്ളാഹുവിനോടുള്ള ഹക്ക് പാലിക്കുക എന്നുള്ളത്. അത് അടിസ്ഥാന നന്ദിയാണല്ലോ. അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന റബ്ബിനോടുള്ള അടിസ്ഥാന നന്ദി പ്രകടനമാണ് അവനോടുള്ള നിർബന്ധമായ ബാധ്യത നിറവേറ്റുക, അവന്റെ അർഹത, ഇബാദത്തിനുള്ള അർഹത വകവെച്ച് നൽകുക എന്നുള്ളത്. അതുകൊണ്ട് അനുഗ്രഹദാതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള നന്ദിയാണ് അള്ളാഹുവിനോടുള്ള ഹക്ക് പാലിക്കുക എന്നുള്ളത്. എന്തിന് അള്ളാഹുവിനോട് നമ്മൾ കടപ്പെട്ടവരാണ്? ചിലപ്പോൾ ഇസ്ലാമിന്റെ ശത്രുക്കൾ, ഇസ്ലാമിനെ ബുദ്ധി കൊണ്ട് അളക്കുന്നവർ ചോദിക്കും, എന്തിന് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കണം? എന്തിന് ഞങ്ങൾ തൗഹീദ് മുറുകെ പിടിക്കണം? എന്തിന് ഞങ്ങൾ ഇസ്ലാമിന്റെ വക്താക്കളാകണം? എന്തിന് ഞങ്ങൾ അള്ളാഹുവിന്റെ അടിമകളാകണം? നിങ്ങൾ പറയുന്ന നിങ്ങളുടെ റബ്ബിന്റെ അടിമകളാകണം. മറുപടി ഇതാണ്, അവൻ മാത്രമാണ് നമ്മളെ പടച്ചത്. ഒന്നാമത്തെ മറുപടി അതാണ്. വേറെ ആരും നിന്നെ പടച്ചിട്ടില്ല. നീ താനെ ഉണ്ടായതല്ല, നീ തന്നെ നിന്നെ സൃഷ്ടിച്ചതല്ല. നിന്നെ സൃഷ്ടിച്ചൊരു സൃഷ്ടാവുണ്ട്, അവൻ അള്ളാഹുവാണ്. വേറെ ആരും നിനക്ക് അങ്ങനെ ചിന്തിക്കാൻ പോലും സാധിക്കുന്ന ഒരു ശക്തിയില്ല, വ്യക്തിയില്ല. അതുകൊണ്ട് അവനെ നീ അടിമപ്പെടണം. അവന്റെ അടിമയാണ് നീ, അവനെ നീ കടപ്പെടണം. രണ്ടാമതായി, അവനോളം അനുഗ്രഹം ചൊരിഞ്ഞ ഒരാളുമില്ല. എല്ലാവർക്കും അനുഗ്രഹങ്ങൾ നൽകുന്ന അനുഗ്രഹത്തിന്റെ ദാതാവും കേദാരവുമാണ് അള്ളാഹു. അതുകൊണ്ട് അള്ളാഹുവിനോടുള്ള നന്ദി, ആ നന്ദി പ്രകടനത്തിന്റെ ഭാഗമാണ് അള്ളാഹുവിനോടുള്ള ഹക്ക്, തൗഹീദ് പാലിക്കുക എന്നുള്ളത്. മൂന്നാമത്തെ കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പഠിക്കുന്നവൻ, അള്ളാഹുവിനെ കുറിച്ച് അറിയുന്നവൻ, അള്ളാഹുവിന്റെ ദാത്തിനെ അറിയുന്നവൻ, അള്ളാഹുവിന്റെ അസ്തിത്വം, അവന്റെ വലുപ്പം, അവന്റെ നാമഗുണ വിശേഷണങ്ങൾ, അവന്റെ സൗന്ദര്യം, അവന്റെ ശക്തി, അവന്റെ ഭംഗി, അവന്റെ അറിവ്, ഇങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് അറിയുന്നവർ, അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുന്നവർ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കഴിവിനും ശക്തിക്കും നാമഗുണ വിശേഷണങ്ങൾക്കും അനുഗുണമായി ആരെക്കാളും അവനെ സ്നേഹിക്കുന്നവനായി, ആരെക്കാളും അവനെ ഭയപ്പെടുന്നവനായി, ആരെക്കാളും അവനെ ആദരിക്കുന്നവനായി, ആരെക്കാളും അവന് കീഴൊതുങ്ങുന്നവനായി, ആരുടെ അടിമയാകുന്നതിനേക്കാളും അവന്റെ അടിമത്വം അവന് വകവെച്ചു കൊടുക്കുന്നവനായി, അള്ളാഹു സുബ്ഹാനഹു വ തആലക്കുള്ള ബാധ്യതകൾ, അള്ളാഹുവിനോടുള്ള കടമകൾ നിറവേറ്റുന്നവനായി യഥാർത്ഥ അടിമയായി അവൻ മാറും. മാറാതിരിക്കാൻ അവന് നിർവാഹമില്ല. അള്ളാഹുവിനെ കുറിച്ച് പഠിച്ചറിയുന്നവർ അവരെങ്ങനെ അള്ളാഹുവിനുള്ള ഹക്ക് പാലിക്കാത്തവരായി മാറും? റബ്ബിന്റെ നാമഗുണ വിശേഷണങ്ങൾ, അള്ളാഹുവിന്റെ വലുപ്പവും മഹത്വവും അവന്റെ ഔന്നിത്യവും, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വലുപ്പവും ഗാംഭീര്യവും ശക്തിയും അവന്റെ മാഹാത്മ്യവും അറിയുന്നവൻ എങ്ങനെ അള്ളാഹുവിനോടുള്ള ഹക്ക് പാലിക്കാതിരിക്കും? അള്ളാഹുവിനെ പഠിക്കേണ്ടതുപോലെ പഠിച്ചറിയുന്നവൻ എങ്ങനെ അള്ളാഹുവിനോടുള്ള തൗഹീദ് അത് ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തും? അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദാത്തിനും അവന്റെ അസ്തിത്വത്തിനും അവന്റെ നാമഗുണ വിശേഷണങ്ങൾക്കും അനുഗുണമായി നമ്മെ അറിയിക്കുന്ന യാഥാർത്ഥ്യമാണ് അള്ളാഹുവിന് കീഴൊതുങ്ങുന്ന അവന്റെ ബാധ്യത അവനോട് നിറവേറ്റുന്ന മുവഹിദായി ജീവിക്കുക എന്നുള്ളത്. ഇതാണ് മൂന്നാമത്തെ കാര്യം. ഈ മൂന്ന് കാര്യങ്ങളാൽ അള്ളാഹുവിനോടുള്ള ഹക്ക് നമ്മൾ പാലിക്കാൻ നിർബന്ധിതരാണ്, നമ്മൾ വിധേയരാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ്, അള്ളാഹുവിന്റെ അടിമകൾക്കുമേൽ അള്ളാഹുവിനോടുള്ള ഹക്ക്, അയ്യഅ്ബുദൂഹു വലാ യുശ്രികൂ ബിഹി ശൈആ, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക, അവനോടുള്ള ഇബാദത്തിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക. ശരി, ഒമ്പതാമത്തെ പാഠം ഈ ഹദീസിന്റെ രണ്ടാമത്തെ പാതിയാണ്. അതെന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവന്റെ അടിമകളോടുള്ള ഹക്ക്. വഹഖുൽ ഇബാദി അലല്ലാഹി അല്ലാ യുഅദ്ദിബ മൻ ലാ യുശ്രികു ബിഹി ശൈആ, അള്ളാഹുവിനോട് ശിർക്ക് വെക്കാത്തവർ അവരെ ശിക്ഷിക്കാതിരിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ അടിമകൾക്കുമേൽ, അള്ളാഹുവിനുമേൽ അള്ളാഹുവിന്റെ അടിമകളോടുള്ള ഹക്ക്. ഇവിടെ നമ്മൾ സാധാരണ അർത്ഥം പറയുമ്പോൾ അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് അള്ളാഹുവിനോടുള്ള ബാധ്യത, കടമ എന്ന് നമ്മൾ പറയും. എന്നാൽ തിരിച്ച് അതേ വാക്ക് തന്നെയാണ് അള്ളാഹുവിന് തിരിച്ചിങ്ങോട്ട് ഹക്ക് എന്ന് പറയുമ്പോഴും അറബിയിൽ അതേ വാക്ക് തന്നെയാണ്. പക്ഷെ മലയാളത്തിൽ അർത്ഥം പറയുമ്പോൾ അള്ളാഹുലേക്ക് ചേർത്തി പറയുമ്പോൾ അള്ളാഹുവിന് നമ്മളോട് വല്ല ഹക്കുണ്ടോ? നമ്മളോട് വല്ല ബാധ്യതയുണ്ടോ? കടമയുണ്ടോ? കടപ്പാടുണ്ടോ? ഇല്ല. അപ്പൊ അവിടെ അത് പറയുമ്പോൾ ശ്രദ്ധിക്കണം. അറബി ഭാഷയിലെ ഒരേ പദം തന്നെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ, വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ അതിന് നേർവിരുദ്ധമായ അർത്ഥങ്ങൾ ലഭിക്കും. അതിലൊന്നാണ് ഹറാം എന്നുള്ള വാക്ക്. ഹറാമിന് എല്ലാ രംഗത്തും ഹറാം തന്നെയാണ് അർത്ഥം. ഹറാം എന്ന് പറഞ്ഞാൽ എന്താണ്? നിഷിദ്ധം.
ഹറാമായ ചെയ്യാൻ പാടില്ലാത്ത കാര്യം. മസ്ജിദുൽ ഹറാം എന്ന് പറഞ്ഞാൽ എന്താ? കയറാൻ പാടില്ലാത്ത പള്ളി എന്നാണ് അർത്ഥം? നിഷിദ്ധമായ മസ്ജിദ് എന്നാണോ? അവിടെ നേരെ എതിരായ അർത്ഥമാണ്, പരിഭാവനമായ മസ്ജിദ് എന്നാണ് അർത്ഥം. അതുപോലെ തന്നെ വേറെ പല പദങ്ങളും നമുക്ക് കാണാം. അള്ളാഹുവിൻ്റെ ദീനിൽ ഒരേ പദം തന്നെ വ്യത്യസ്ത അർത്ഥങ്ങളിൽ പ്രയോഗിക്കുന്നതായി, ചിലപ്പോൾ വിരുദ്ധമായ അർത്ഥത്തിൽ പ്രയോഗിക്കുന്നതായി കാണാം. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അവന്റെ അടിമകളോടുള്ള ഹക്ക് എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ ബാധ്യതയല്ല, അള്ളാഹുവിന് അടിമകളോടുള്ള കടമയല്ല, മറിച്ച് അള്ളാഹുവിന്റെ ഔദാര്യമാണ്. അള്ളാഹു സ്വയം അവന്റെ മേൽ നിശ്ചയിച്ച കാര്യമാണ്. ഇതാണ് 9ാമത്തെ പാഠം. അതായത് അള്ളാഹുവിന്റെ അടിമകളോട് അള്ളാഹുവിനുള്ള ഹക്ക് എന്ന് പറഞ്ഞാൽ അഹ്ലുസുന്ന വൽ ജമാഅ ഈ രംഗത്ത് 3 അടിസ്ഥാനങ്ങൾ വിശ്വസിക്കൽ നിർബന്ധമാണ്. അഹ്ലുസുന്ന വൽ ജമാഅത്തിന് അള്ളാഹുവിന്റെ അടിമകളോടുള്ള ഹക്ക് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ വിശ്വാസപരമായി കാത്തു സൂക്ഷിക്കേണ്ടുന്ന 3 അടിത്തറകളുണ്ട്. 1ാമത്തെ അടിത്തറ അന്നല്ലാഹ ജല്ല വഅല കതബ അലാ നഫ്സിഹി ഇസാബത ത്വാഇഈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സ്വയം അവന്റെ മേൽ അനിവാര്യമാക്കിയതാണ് അള്ളാഹുവിനെ അനുസരിക്കുന്നവർക്ക് പ്രതിഫലം നൽകുക എന്നുള്ളത്. അള്ളാഹിനോടുള്ള ഹക്ക് പാലിക്കുന്നവർക്ക്, അവരെ ശിക്ഷിക്കാതെ അവർക്ക് പ്രതിഫലം നൽകുക എന്നുള്ളത്, അവർക്ക് സ്വർഗം നൽകുക എന്നുള്ളത് അള്ളാഹുവിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ള അവകാശമാണോ? നമ്മൾ ആരെങ്കിലും മീറ്റിംഗ് കൂടി അള്ളാഹുവിനെതിരെ പ്രഖ്യാപിച്ച, നയമുണ്ടാക്കി പ്രഖ്യാപിച്ച, സർക്കുലർ ഇറക്കി പാസാക്കിയ അവകാശമാണോ? നമ്മൾ അള്ളാഹുവിന്റെ മേൽ അടിച്ചേൽപ്പിച്ച അവകാശമാണോ? ഒരിക്കലുമല്ല. മറിച്ച് അള്ളാഹു സ്വയം അവന്റെ മേൽ നിക്ഷിപ്തമാക്കിയ, അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികൾക്ക് നൽകിയ ഔദാര്യമാണെന്ത്? അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്നവർക്ക് നൽകുന്ന പ്രതിഫലം എന്നുള്ളത്, തിന്മകൾ ചെയ്യുന്നവർക്ക് പുറത്തു കൊടുക്കുക എന്നുള്ളത്. അള്ളാഹു തന്നെ പറഞ്ഞു സൂറത്തുൽ അൻആമിലൂടെ, കതബ റബ്ബുക്കും അലാ നഫ്സിഹിർ റഹ്മ, കതബ റബ്ബുക്കും അലാ നഫ്സിഹിർ റഹ്മ, നിങ്ങളുടെ റബ്ബ് അവന്റെ മേൽ സ്വയം നിക്ഷിപ്തമാക്കി കാരുണ്യത്തെ. അള്ളാഹു അവൻ റഹ്മത്തുള്ളവനാണെന്ന് അവൻ സ്വയം നിശ്ചയിച്ചതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തന്ന അവന്റെ ഔദാര്യമാണ്. ഇതാണ് 1ാമത്തെ അടിസ്ഥാനം. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. തിന്മകൾ അള്ളാഹു ഏത് തിന്മകളാണെങ്കിലും അവനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നവർ, പാപമോചനമൊരുക്കുന്നവർ, അവർക്ക് അവൻ പുറത്തു കൊടുക്കും. അത് അള്ളാഹു സ്വയം നിശ്ചയിച്ചതാണ്. നമ്മൾ ആരും അള്ളാഹുവിന്റെ മേൽ നിർബന്ധം ചെലുത്തിയതല്ല. 2ാമത്തെ കാര്യം അന്നല്ലാഹ വഅദ ഇബാദഹുൽ മുത്തിഈന ബിൽ ഇസാബ വൽ മുസ്തഗ്ഫിരീന വത്താഇബീന ബിൽ മഗ്ഫിറ. അള്ളാഹു സ്വയം നിശ്ചയിച്ചു എന്ന് മാത്രമല്ല, അള്ളാഹു എന്തെങ്കിലും സംഗതി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ വാഗ്ദാനം അവൻ ലംഘിക്കുകയില്ല. അള്ളാഹു നമുക്ക് പ്രതിഫലം നൽകും, നമ്മെ ശിക്ഷിക്കുകയില്ല. പാപങ്ങൾ അള്ളാഹു പുറത്തു നൽകുമെന്ന് അവൻ സ്വയം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. അള്ളാഹുവിന്റെ വാഗ്ദാനമാകട്ടെ അവൻ ഒരിക്കലും ലംഘിക്കുകയില്ല. ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്. അള്ളാഹുവിന്റെ വാഗ്ദാനം ലംഘിക്കുകയില്ല. വഅദല്ലാഹി ലാ യുഖ്ലിഫുല്ലാഹു വഹദ. അള്ളാഹുവിന്റെ വാഗ്ദാനം അവൻ അത് ലംഘിക്കുകയില്ല. വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. പക്ഷേ ജനങ്ങളിൽ അധിക പേരും അറിയുന്നില്ല. അപ്പൊ തൗഹീദ് അനുസരിച്ച്, അള്ളാഹുവിനെ അനുസരിച്ച് ഒരാൾ ജീവിച്ചാൽ അവന് സ്വർഗം ലഭിക്കും, അള്ളാഹുവിനെ ശിക്ഷിക്കുകയില്ല എന്ന് അള്ളാഹു സ്വയം രേഖപ്പെടുത്തിയ നമുക്ക് നൽകുന്ന ഔദാര്യമാണ്. അതാണ് നമുക്കുള്ള ഹക്ക്. ഒപ്പം അത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. 2ാമത്തെ കാര്യം, അള്ളാഹുവിന്റെ വാഗ്ദാനം അവൻ ലംഘിക്കുകയില്ല. അള്ളാഹുവിന്റെ വാഗ്ദാനം അലംഘനീയമാണ്. ഇതാണ് 2ാമത്തെ അടിസ്ഥാനം. 3ാമത്തെ അടിസ്ഥാനം വഹുവ അന്നഹു സുബ്ഹാനഹു വ തആല ഹറമ അലാ നഫ്സിഹി ദുൽം. അള്ളാഹു അവൻ സ്വയം അനീതിയെ അവന് മേൽ നിഷിദ്ധമാക്കിയിരിക്കുന്നു. അക്രമവും അനീതിയും അവൻ ഒരിക്കലും തൻ്റെ അടിമകളോട് ചെയ്യുകയില്ല. അവനൊരിക്കലും അന്യായം പ്രവർത്തിക്കുകയില്ല. അതുകൊണ്ട് നന്മ ചെയ്യുന്നവർക്ക് തത്തുല്യമായ പ്രതിഫലം അള്ളാഹുവിന്റെ നീതിയാണ്, ന്യായമാണ്. തിന്മ ചെയ്യുന്നവരെ ശിക്ഷിക്കുക എന്നുള്ള അള്ളാഹുവിന്റെ നീതിയാണ്, ന്യായമാണ്. ഒരടിമകളെയും അവർ ചെയ്യാത്തതിന്റെ പേരിൽ അന്യായമായി അള്ളാഹു ശിക്ഷിക്കുകയില്ല, ദ്രോഹിക്കുക. ഒരാൾക്കും ജീവിതത്തിൽ അവരിഷ്ടപ്പെടാത്തത് സംഭവിക്കുകയില്ല ന്യായമായിട്ടല്ലാതെ. ഇത് അഹ്ലുസുന്ന വൽ ജമാഅയുടെ വിശ്വാസമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നല്ലാഹ ലാ യദ്ലിമുൻ നാസ ശൈഅ. അല്ലാഹു മനുഷ്യരോട് ഒരു നിലക്കും യാതൊരു നിലക്കും അനീതി പ്രവർത്തിക്കുകയില്ല. ഇന്നല്ലാഹ ലാ യദ്ലിമു മിസ്ഖാല ദർറത്തിൻ. മറ്റൊരായത്തിൽ കാണാം, ഒരു അണുമണി തൂക്കം പോലും അല്ലാഹു അന്യായം പ്രവർത്തിക്കുകയില്ല. ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു അവന്റെ അടിമകളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ ഇബാദി, എന്റെ അടിമകളെ, ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി,
ഞാൻ എനിക്ക് സ്വയം അനീതിയെയും അക്രമത്തെയും നിഷിദ്ധമാക്കിയിരിക്കുന്നു. വജഅൽതുഹു ബൈനകും മുഹറമ, നിങ്ങൾക്കിടയിലും അനീതിയും അക്രമവും ഞാൻ നിഷിദ്ധമാക്കിയിരിക്കുന്നു. അല്ലാഹു അവൻ സ്വയം അനീതിയെ നിഷിദ്ധമാക്കിയിരിക്കുന്നു. വമാ റബ്ബുക ബിളല്ലാമിൽ ലിൽ അബീദ്, ജീവിതത്തിൽ എന്തു പ്രയാസവും പ്രതിസന്ധി നേരിട്ടാലും നമ്മൾ ആവർത്തിച്ചു കൊണ്ടിരിക്കേണ്ട ആയത്താണ്. നമ്മുടെ റബ്ബ് നമ്മോടൊരിക്കലും അനീതിയും അന്യായവും അക്രമവും പ്രവർത്തിക്കുകയില്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നീതിയാണ്, അവൻ ന്യായമുള്ളവനാണ്, അവൻ അനീതി പ്രവർത്തിക്കാത്തവനാണ് എന്നവൻ സ്വയം നിശ്ചയിച്ച അവന്റെ വിശേഷണത്തിന്റെ ഭാഗമാണ്. അള്ളാഹുവിനോടുള്ള ഹക്ക് പാലിക്കുന്നവർക്ക്, അള്ളാഹുവിനെ അനുസരിക്കുന്നവർക്ക് അവൻ പ്രതിഫലം നൽകുമെന്നത്. അപ്പൊ അള്ളാഹുവിന്റെ ഹക്ക്, അള്ളാഹുവിന്റെ അടിമകൾക്ക് നൽകുന്ന ഹക്ക് എന്ന് പറഞ്ഞാൽ ഈ മൂന്നർത്ഥത്തിലാണ്. ഒന്ന്, അള്ളാഹു സ്വയം ഔദാര്യമായി രേഖപ്പെടുത്തിയതാണ്. അള്ളാഹുവിന്റെ മേലിൽ ആരും നിർബന്ധിച്ചതല്ല. അള്ളാഹു അതിൽ നല്ല മഹാനാണ്. അള്ളാഹുവിനെ നിർബന്ധിക്കാനോ അള്ളാഹുവിന്റെ മേൽ അവകാശങ്ങൾ അടിച്ചേൽപ്പിക്കാനോ ഒരു പടപ്പിന് സാധിക്കുകയില്ല. അവനാണ് പടപ്പുകളെ പടച്ചവൻ. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഓശാരമാണത്. അള്ളാഹുവിന്റെ ഹക്ക് എന്നുള്ളത് നമുക്ക് കിട്ടാനുള്ള കടമയല്ല, നമ്മുടെ അവകാശവാദമല്ല, നമ്മുടെ റൈറ്റ് അല്ല, മറിച്ച് അള്ളാഹുവിന്റെ ഔദാര്യം, അവന്റെ മഹ്ലായ ഫളിൽ, അവന്റെ ഓശാരമാണ്. രണ്ട്, അത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. അള്ളാഹു നൽകുമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വോട്ട് ബാങ്കിന് വേണ്ടി താൽക്കാലികമായി ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കൾ നമ്മോട് നൽകുന്ന വില കുറഞ്ഞ മോഹന വാഗ്ദാനങ്ങളെ പോലെയല്ല. അള്ളാഹുവിന്റെ വാഗ്ദാനം അലംഘനീയമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്ക് ലംഘിക്കുകയില്ല. അവൻ നൽകുമെന്ന് പറഞ്ഞാൽ അവൻ നൽകിയിരിക്കും. അതാണ് അള്ളാഹുവിന്റെ ഹക്ക്. പക്ഷെ നമ്മളോ, നമുക്കുമേൽ നിർബന്ധമാക്കിയ നമ്മുടെ ഹക്ക് നമ്മൾ പാലിക്കുന്നുണ്ടോ? നമ്മൾ പാലിക്കുന്നില്ല. പക്ഷെ അള്ളാഹു അവനോടുള്ള ഹക്ക് പാലിച്ചവർക്ക് നൽകുമെന്ന് പറഞ്ഞവൻ നൽകും. സ്വർഗം അവൻ വാഗ്ദാനം ചെയ്തിട്ടുള്ളത് സത്യമാണ്. അള്ളാഹു നരകത്തിൽ തൗഹീദുള്ളവരെ കാലാകാലം പ്രവേശിപ്പിക്കുകയില്ല എന്നവൻ നമുക്ക് വാഗ്ദാനം നൽകിയത് സത്യമാണ്. അത് സംഭവിച്ചിരിക്കും. അത് സംഭവിച്ചില്ലെങ്കിൽ മറ്റെന്ത് സംഭവിക്കാനാണ്? അതിനേക്കാൾ സംഭവിക്കാൻ സാധ്യതയുള്ള മറ്റെന്ത് യാഥാർത്ഥ്യമാണുള്ളത്? അതുകൊണ്ട് അള്ളാഹുവിന്റെ വാഗ്ദാനം അലംഘനീയമാണ്. മൂന്നാമതായി ഞാൻ ആവർത്തിക്കട്ടെ, അള്ളാഹു ഒരിക്കലും ഒരു പടപ്പിനോടും ഒരു പുൽക്കൊടിക്ക് പോലും ഒരു അണുമണി തൂക്കം പോലും അവൻ അനീതിയോ അന്യായമോ ളുൽമോ പ്രവർത്തിക്കുകയില്ല. അവൻ നീതിമാനാണ്, അവൻ അതിലുള്ളവനാണ്, അതവന്റെ വിശേഷണമാണ്. അവൻ യുക്തിഭദ്രനാണ്, അവൻ കാരുണ്യവാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ളുൽമിനെ നിഷിദ്ധമാക്കിയിരിക്കുന്നു. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അടിമകളോടുള്ള ഹക്ക് എന്ന് പറഞ്ഞാൽ. ഹഖ്ഖുൽ ഇബാദി അലല്ലാഹി അല്ലാ യുഅദ്ദിബ മൻ ലാ യുശ്രികു ബിഹി ശൈആ. അടിമകളോട് അള്ളാഹുവിനുള്ള ഹക്ക് എന്ന് പറഞ്ഞാൽ അവന് ശിർക്ക് വെക്കാത്ത മുവഹിദുകളായ തൗഹീദുള്ളവരെ അവൻ ശിക്ഷിക്കാതിരിക്കുക എന്നുള്ളതാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, ഈ ശിക്ഷിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ, തൗഹീദുള്ള ആളുകളെ ശിക്ഷിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് രൂപത്തിലാണ് അതിന്റെ വിശദീകരണം. ഇൻഷാ അല്ലാഹ് അടുത്ത അധ്യായത്തിൽ ഇതിന്റെ വിശദമായ വിശദീകരണങ്ങൾ നമുക്ക് പറയാനുണ്ട്. അതിന്റെ സാമാന്യ വിശദീകരണം ഇതാണ്: തൗഹീദുള്ള ആളുകളെ ശിക്ഷിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അവർ പാടെ നരകത്തിൽ പ്രവേശിക്കാതെ നേർക്ക് നേരെ വിചാരണയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരുണ്ട് ആ കൂട്ടത്തിൽ. തൗഹീദിന്റെ ഐച്ഛികവും നിർബന്ധവുമായ സാക്ഷാത്കാരം സാധ്യമാക്കിയവർ, അവർ വിചാരണ പോലുമില്ലാതെ സ്വർഗത്തിലേക്ക് നേർക്ക് നേരെ പ്രവേശിക്കും, നരകത്തിന്റെ യാതൊരു ലാഞ്ചനയും ഏൽക്കാതെ. വേറെ ചിലർ, അവർക്ക് തൗഹീദ് ഉണ്ടാകും, പക്ഷെ അവരുടെ ജീവിതത്തിൽ തിന്മകൾ സംഭവിച്ചിട്ടുണ്ടാകും, വൻപാപങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും. അതിൽ നിന്ന് തൗബ ചെയ്യാതെ ആ തിന്മയിലായി അവർ മരിച്ചിട്ടുണ്ടാകും, പക്ഷെ തൗഹീദുള്ളവരായിരിക്കും. ശിർക്ക് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകുകയില്ല. അങ്ങനെയുള്ള ആളുകൾ അള്ളാഹുവിന്റെ മശീഅത്തിന് താഴെയാണ്. അവരെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത്: ഇന്നല്ലാഹ ലാ യഗ്ഫിറു അയ്യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ശിർക്ക് വെച്ച നിലയിൽ ഒരാൾ മരിച്ചാൽ, ശിർക്കിൽ നിന്ന് തൗബ ചെയ്യാതെ ഒരാൾ മരിച്ചാൽ അള്ളാഹുവിന് പുറത്തു കൊടുക്കുകയില്ല. അവൻ കാലാകാലം നരകത്തിലായിരിക്കും. എന്നാൽ വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, ശിർക്കൊഴിച്ചു നിർത്തി മറ്റു തിന്മകൾ സംഭവിച്ചിട്ടുള്ള ആളുകൾ, അവരിൽ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കും, ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു ശിക്ഷിക്കും. അതായത് തൗഹീദിലായി മറ്റു തിന്മകൾ സംഭവിച്ച ഒരാൾ മരിച്ചു. തൗഹീദുള്ളവരെ കുറിച്ച് മാത്രമാണ് ഈ ഹദീസിലെ ചർച്ച, അല്ലാത്തവരെ കുറിച്ച് ചർച്ച ഉണ്ടോ? ശിർക്ക് സംഭവിച്ചവർ സ്വർഗത്തിൽ പ്രവേശിക്കോ? അവൻ കാലാകാലം നരകത്തിലായിരിക്കും. ശിർക്കിലായി മരിച്ചവൻ, അവൻ ഒരു നിലക്കും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ യാതൊരു സാധ്യതയില്ല, പ്രതീക്ഷയ്ക്ക് വകയില്ല. എന്നാൽ തൗഹീദുള്ളവരുടെ കൂട്ടത്തിൽ
തിന്മകൾ സംഭവിച്ചവരുണ്ടാകും, തൗഹീദിന്റെ പൂർണ്ണതയിൽ ജീവിച്ചു മരിച്ചവരുണ്ടാകും. തൗഹീദിന്റെ പൂർണ്ണതയിൽ ജീവിച്ചു മരിച്ചവർ നേരത്തെ പറഞ്ഞതുപോലെ വിചാരണ പോലുമില്ലാതെ അവർ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെട്ടേക്കാം. എന്നാൽ തൗഹീദുണ്ട് മറ്റു തിന്മകളിലായി മരിച്ചവർ, തൗബ ചെയ്യാതെ മരിച്ചവരാണെങ്കിലും അവരുടെ വിഷയം രണ്ട് രൂപത്തിലായിരിക്കും. ഒന്നുകിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മറ്റു നന്മകൾ ഈ തിന്മകളെക്കാൾ അധികരിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കാതെ അവരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചു. വിചാരണ ഉണ്ടാകും, തിന്മകൾക്ക് മേൽ വിചാരണ ഉണ്ടാകും. ആദ്യം പറഞ്ഞ കാറ്റഗറിയിലല്ല അവർ ഈ വിഷയത്തിൽ ഏറ്റവും ഉന്നതിയിലുള്ള ആളുകളാണ്, വിചാരണയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ. അതല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ തിന്മകൾക്കുമേൽ അവന്റെ നീതിപ്രകാരം അവരെ ശിക്ഷിക്കും, നരകത്തിൽ അവരെ പ്രവേശിപ്പിക്കും. ആ ശിക്ഷയുടെ കാലയളവിന് ശേഷം അവരെ പിന്നീട് സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടും. കാരണം എന്താ? തൗഹീദ് എന്ന മഹാനന്മ അവർക്കുള്ളതുകൊണ്ട് നരകത്തിൽ അവർ ശാശ്വതരായി കഴിയേണ്ടി വരികയില്ല. ആപേക്ഷികമായി അവർ ചെയ്ത തിന്മകൾക്ക് ശിക്ഷ അനുഭവിക്കുന്ന കാലയളവ് അവർ നരകത്തിൽ കഴിയേണ്ടി വരും. പിന്നീട് അവർ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലരെ ശിക്ഷിക്കാതെ അവൻ വിചാരണ ചെയ്ത് സ്വർഗത്തിലേക്ക് ചിലപ്പോൾ പ്രവേശിപ്പിക്കും. ചിലർ വിചാരണ പോലുമില്ലാതെ നേർക്ക് നേരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടും. ഇത് മൂന്നും തൗഹീദുള്ളവർക്ക് മാത്രം ബാധകമാകുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദുള്ള ആളുകളെ കാലാകാലം നരകത്തിൽ ശിക്ഷിക്കുകയില്ല. നരകത്തിൽ ശിക്ഷിച്ചാൽ തന്നെയും അവരെ ശിക്ഷയുടെ കാലയളവിന് ശേഷം സ്വർഗത്തിലേക്ക് അവർക്ക് പ്രവേശിക്കാമെന്ന പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഈ മൂന്ന് വസ്തുതകൾ അല്ലാ യുഅദ്ദിബ മൻ ലാ യുശ്രികു ബിഹി ശൈഅ, അല്ലാഹുവിനോട് പങ്കു ചേർക്കാത്തവരെ അല്ലാഹു ശിക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ വിശദീകരണമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് കൂടുതൽ വിശദീകരണം അടുത്ത അധ്യായത്തിൽ നമുക്ക് സംസാരിക്കാം. ശരി, അടുത്ത പാഠം എന്താണ്? എത്ര പാഠം പറഞ്ഞു? 10-11 കാര്യം പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. ഖുൽതു യാ റസൂലല്ലാഹ് അഫല ഉബശ്ശിറുന്നാസ്. ഇത് കേട്ടപ്പോൾ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലെ, ഞാൻ ജനങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിക്കട്ടെയോ? ഇത് സ്വഹാബത്തിൻ്റെ മഹത്തായ ഗുണങ്ങളിലൊന്നായിരുന്നു. നല്ല കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ആളുകളെ അറിയിക്കാനുള്ള അവരുടെ ആഗ്രഹവും അഭിവാഞ്യയും ഇന്നത്തെ കാലത്തെ ദീനുള്ള ആളുകളിൽ പലർക്കും ഇല്ലാത്ത കാര്യമാണ്. എന്തെങ്കിലും ഒരു ദീനിയായ നന്മ കിട്ടിയാൽ ഞാനും എൻ്റെ കുട്ടികളും അത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനോ കുടുംബത്തിൽ ആ നന്മ അറിയിക്കാനോ നന്മ കൽപ്പിക്കാനോ തിന്മ വിലക്കാനോ അങ്ങനെ റിസ്ക് എടുക്കാൻ നമ്മളിൽ പലരും തയ്യാറാവാറില്ല. ആകെ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കി, വഴക്കും വക്കാനുണ്ടാക്കി, കുടുംബത്തിൽ ചിത്രത ഉണ്ടാക്കണം എന്നല്ലേ പറഞ്ഞ. മാന്യമായി നമുക്ക് കിട്ടിയൊരു നന്മ നമുക്ക് അറിയിച്ചു കൊടുക്കാലോ, വളരെ യുക്തിയോടെ വിനയത്തോടെ വൈകാരികമായി ഇടപെടാതെ. സ്വന്തം വീട്ടിൽ സ്വന്തം മക്കളുടെ വിഷയത്തിൽ അവരുടെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ പോലും ശ്രദ്ധയില്ലാത്ത എത്രയോ മുസ്ലിം രക്ഷിതാക്കളുണ്ട്. പ്രായപൂർത്തിയായ മക്കൾ അവർ നിസ്കരിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം പോലും ഇല്ലാതെ, തങ്ങൾ ചെലവിന് കൊടുക്കുന്ന കുടുംബം അള്ളാഹുവിനോടുള്ള ഹക്ക് അത് പാലിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം പോലും ഇല്ലാതെ അവർ ഭയക്കണം. റബ്ബിനോടുള്ള ഹക്ക് പാലിക്കാത്ത താൻ ചെലവിന് കൊടുക്കുന്നവർ, ഈ ചോരത്തിളപ്പും യുവത്വവും ചുറുചുറുക്കും അധ്വാനശേഷിയൊക്കെ കഴിഞ്ഞ് ഇവർ റെസ്റ്റ് എടുക്കുന്ന ഒരു കാലം ഉണ്ടാവുമല്ലോ ഈ വാപ്പിയമ്മക്കെ, അന്ന് അവരോടുള്ള ഹക്ക് നിറവേറ്റാതിരിക്കാൻ പിന്നെ ഇവർക്ക് എന്ത് ന്യായമാണ് വേണ്ടത്? റബ്ബിനോടുള്ള ഹക്ക് നിറവേറ്റാൻ മക്കളെ പഠിപ്പിക്കാതെ അവരെ വളർത്തി, പിന്നെ നമ്മളോടുള്ള ഹക്ക് നമ്മുടെ വയസ്സാം കാലത്ത് അവരിൽ നിന്ന് കിട്ടുന്ന എന്ത് പ്രതീക്ഷയ്ക്ക് വകയാണുള്ളത്? പടച്ച റബ്ബിനോടുള്ള ഹക്കിലായി അതിൽ ശീലിപ്പിച്ച് മക്കളെ വളർത്തിയിട്ടില്ലെങ്കിൽ അവർ നിങ്ങൾക്ക് എന്ത് ഹക്ക് നൽകുമെന്നാണ് ഭാവിയിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? മരിച്ചു കഴിഞ്ഞാൽ സ്വന്തം വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യാൻ പോലും അവരെ നാവ് പൊന്താൻ അങ്ങനെ മക്കളെ വളർത്തിയിട്ടില്ല നമ്മൾ. വളരെ അപകടമാണ് ആധുനിക കാലഘട്ടത്തിലെ ന്യൂജൻ കാലഘട്ടത്തിലെ കുട്ടികളുടെ തർബിയത്തിന്റെ വിഷയം. മാതാപിതാക്കൾക്ക് ആ വിഷയത്തിലൊരു ശ്രദ്ധയില്ല. ദുനിയാവും അതിലപ്പുറവും വേണ്ടോളം ആവശ്യത്തിലപ്പുറത്ത് കൊടുക്കും. ദീനിന്റെ അടിസ്ഥാന പാഠങ്ങൾ നന്മകൾ പോലും മക്കൾക്ക് പകർന്നു കൊടുക്കാൻ, ഒന്ന് ചോദിക്കാൻ പോലും, ഇന്ന് നിസ്കരിച്ചോടാ എന്ന് ചോദിക്കാൻ പോലും പ്രായപൂർത്തിയായ മക്കളോട് നമ്മുടെ രക്ഷിതാക്കൾക്കുള്ള ഹക്ക് ബാധ്യത അവരെ പ്രേരിപ്പിക്കുന്നില്ല എന്നതാണ്. സഹോദരങ്ങളെ, സ്വഹാബത്ത് ദീനിയായ നന്മ കിട്ടിക്കഴിഞ്ഞാൽ നോക്കൂ നിങ്ങൾ, ഈ ഹദീസിന്റെ പശ്ചാത്തലത്തിൽ മുആദ് റളിയല്ലാഹു അൻഹു മാത്രമാണ് ഈ ഹദീസിലെ രഹസ്യം മനസ്സിലാക്കിയത്.
അള്ളാഹുവിനോടുള്ള ഹക്കും തിരിച്ച് അള്ളാഹു നൽകുന്ന ഹക്കും. ഉടനെ അദ്ദേഹം ചോദിക്കുകയാണ്, അഫല ഉബശ്ശിറുന്നാസ്, അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ ജനങ്ങളെ ഈ വിഷയത്തിൽ സന്തോഷ വാർത്ത അറിയിക്കട്ടെ? ഇക്കാര്യം പറഞ്ഞുകൊണ്ട് അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കട്ടെ. ഇത് വലിയൊരു നന്മയാണല്ലോ, അവർക്ക് ലഭിക്കുന്ന വലിയൊരു നേട്ടമാണല്ലോ. അപ്പൊ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം ആളുകൾക്ക് നന്മയെത്തിച്ചു കൊടുക്കാൻ കാണിച്ച താല്പര്യം അത് മുഴുവൻ സ്വഹാബത്തിന്റെയും പാരമ്പര്യമായിരുന്നു. അത് സകല മുസ്ലിമീങ്ങളും അവർ നിലനിർത്തേണ്ടുന്ന പാരമ്പര്യമാണ്. ഈ ദീനിന്റെ പ്രചാരണത്തിന് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടുന്ന ഗുണമാണ്. ഇതാണ് മറ്റൊരു പാഠം. 12ാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടപ്പോൾ, അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി ബഅദ്. സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞു വന്നത് ഈ മഹത്തായ നന്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പകർന്നെടുത്തപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു നബിയോട് ചോദിച്ചു, അഫല ഉബശ്ശിറുന്നാസ്, അള്ളാഹുവിൻ്റെ റസൂലെ, ഇക്കാര്യം ഞാൻ ജനങ്ങളെ സന്തോഷ വാർത്ത അറിയിക്കട്ടെയോ? അവിടെയും മുആദ് റളിയല്ലാഹു അൻഹു പാലിച്ച ഒരു അധ്യാപകനോട് വിദ്യാർത്ഥി പാലിക്കേണ്ടുന്ന മര്യാദയുണ്ട്. എന്തെങ്കിലും ഒരു സംഗതി കിട്ടുമ്പോഴത്തേക്ക് അങ്ങോട്ട് ചാടിക്കയറി ഷെയർ ചെയ്യുക എന്നുള്ളത് സ്വഹാബത്തിന്റെ രീതിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വിളിച്ചിരുത്തി പഠിപ്പിച്ചു കൊടുത്തൊരു കാര്യമാണ്. മുആദ് റളിയല്ലാഹു അൻഹു പ്രത്യേകം പഠിപ്പിച്ച കാര്യമാണ്. നബിയോട് സമ്മതം ചോദിക്കുകയാണ്, ഇത് ജനങ്ങളെ അറിയിക്കട്ടെയോ? നമ്മുടെ ഓട്ടബുദ്ധി കൊണ്ട് അളന്നു കഴിഞ്ഞാൽ അങ്ങനെ സമ്മതം ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? പലപ്പോഴും നമ്മൾക്ക് കിട്ടുന്ന ഉത്തരം വേണ്ടതില്ല എന്നായിരിക്കും. സ്വഹാബത്തിന്റെ പാരമ്പര്യം പലതും ആധുനിക കാലഘട്ടത്തിൽ പ്രബോധന രംഗത്ത് വിസ്മരിക്കപ്പെടുന്നു എന്നതാണ്. എന്തെങ്കിലും അങ്ങോട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു തുണ്ടം ഹദീസ് കിട്ടിയാൽ, ആയത്ത് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മേലും കീഴൊന്നും ചിലപ്പോൾ ആളുകൾ നോക്കിയിട്ടുണ്ടാവില്ല. എല്ലാവരും എല്ലായ്പ്പോഴും അങ്ങനെയെന്നല്ല പറഞ്ഞത്. ആളുകൾക്ക് ഇതങ്ങ് എന്താ പറയാ, പ്രചരിപ്പിക്കുക എന്ന വ്യഗ്രതയിൽ ചിലപ്പോൾ അതിൻ്റെ ഒരു അംശം മാത്രമായിരിക്കും, ഒരു വിഷയത്തിൻ്റെ അംശം മാത്രമായിരിക്കും ഒരു ആയത്തിൽ ഒരു ഹദീസിലുള്ളത്. അതല്ലെങ്കിൽ ഒരു മസ്അലയുടെ ഏതെങ്കിലും ഒരു വശമായിരിക്കും. അതങ്ങ് തലങ്ങും വിലങ്ങും ഷെയർ ചെയ്യുക. ചില ആളുകൾ പലപ്പോഴും കാണലുണ്ട്. പലപ്പോഴും നമ്മളിൽ പലരുടെയും സോഷ്യൽ മീഡിയ സ്റ്റാറ്റസിലൊക്കെ എന്തെങ്കിലും കണ്ട് ആരെങ്കിലും പറയുന്നത് കണ്ടു കഴിഞ്ഞാൽ അതങ്ങ് മാലോകർക്ക് പ്രദർശിപ്പിക്കുക എന്നുള്ളത്. ചിലപ്പോൾ നമ്മൾ നിലകൊള്ളുന്ന തൗഹീദിന്റെയും സുന്നത്തിന്റെയും ആദർശത്തിന്റെ ശരിയായ ചിരവൈരികളായ പ്രതിയോഗികളായിരിക്കും അവർ. ഇവിടുത്തെ ശിർക്കിന്റെയും ബിദ്അത്തിന്റെയും പ്രചാരകരായ പുരോഹിതന്മാരായിരിക്കും. അവരെന്തെങ്കിലും ഒരു ഹക്ക് പറഞ്ഞു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതെടുത്ത് സ്റ്റാറ്റസുകളിലായി. അപ്പൊ ബാക്കിയുള്ള വിഷയത്തിലൊക്കെ അവരോട് നമ്മൾ യോജിക്കുന്നുണ്ടോ? അയാൾ പറഞ്ഞത് ന്യായമല്ലേ എന്നാണ് ചോദിക്കുന്നത്. സഹോദരങ്ങളെ, ചില ആളുകൾ അത് പേഴ്സണലായിട്ട് കണ്ടുണർത്താനുണ്ട്. സാന്ദർഭികമായി എനിക്ക് ഓർമ്മ വന്നതാണ്. സഖാഫിമാര്, ഇവിടുത്തെ ശിർക്കിന്റെ പ്രചാരകരായ, ബിദ്അത്തിന്റെ കോട്ടക്കൊത്തളങ്ങളിൽ വിഹരിക്കുന്ന, അതിന്റെ മേൽ അധികാര കസേരയിട്ട് ചമ്മരം പടിഞ്ഞിരിക്കുന്ന ഇവിടുത്തെ പുരോഹിതന്മാർ, അവരെന്തെങ്കിലും ഒരു ന്യായമായ കാര്യം, അവർ പല ന്യായങ്ങളും സംസാരിക്കുന്നുണ്ടാവും. നിരീശ്വരവാദികൾ സംസാരിക്കുന്നില്ലേ? ഇവിടുത്തെ പക്ക മുശ്രിക്കുകൾ സംസാരിക്കുന്നില്ലേ? ഇസ്ലാമിന്റെ ശത്രുക്കൾ സംസാരിക്കുന്നില്ലേ? ജൂതന്മാര് സംസാരിക്കുന്നില്ലേ? പാശ്ചാത്യന്മാര് സംസാരിക്കുന്നില്ലേ? അതൊക്കെ ആളുകൾക്ക് സ്റ്റാറ്റസ് ഇട്ട് പ്രദർശിപ്പിക്കില്ല നമ്മളെ പണി, ദീനുള്ള ആളുകളുടെ പണി. യാ സുബ്ഹാനല്ലാഹ്. നമ്മളത് ഇട്ടിട്ട് ആളുകൾ അയാളിൽ ആകർഷണനായി അയാളുടെ ചാനലും അയാളുടെ ബാക്കിയുള്ള സംസാരങ്ങളൊക്കെ തപ്പിപ്പോയി അയാൾ പ്രചരിപ്പിക്കുന്ന വലിയ ളലാലത്തിൽ ആണ്ടുപോയാൽ ആരാണ് അതിന് ഉത്തരവാദി? അതുകൊണ്ട് എന്തെങ്കിലും അങ്ങോട്ട് ദീനിയായ അല്ലെങ്കിൽ കൗതുകകരമായ ആകർഷണീയമായ കാര്യം കിട്ടി ആരാണ് എന്താണെന്ന് മേലും കീഴും നോക്കാതെ മാലോകർക്കിടയിൽ പ്രചരിപ്പിക്കും. ആരൊക്കെ അത് കാണുന്നു? ആരൊക്കെ അത് കേൾക്കുന്നു? സഹോദരങ്ങളെ, ഇത് ആധുനിക കാലഘട്ടത്തിൽ സ്വഹാബത്തിന്റെ ഈ മഹത്തായ മര്യാദയെ മുൻനിർത്തി നമ്മൾ വിലയിരുത്തേണ്ട ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേർക്കുനേരെ അവിടുത്തെ തിരുനാവിൽ നിന്ന്, അവിടുത്തെ സന്നിധിയിൽ നിന്ന് കേട്ടൊരു കാര്യം നബിയോട് ചോദിക്കുകയാണ്, അഫല ഉബശ്ശിറുന്നാസ്, നബിയെ ഞാനെന്ത് ജനങ്ങളെ അറിയിക്കട്ടെ? നബിയുടെ സമ്മതമില്ലാതെ അവർ പ്രചരിപ്പിക്കുകയില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ മറുപടി പറഞ്ഞത്? ലാ തുബശ്ശിറുഹും ഫയത്തകിലു. വേണ്ടത് അറിയിക്കേണ്ടതില്ല, ജനങ്ങളെ സന്തോഷ വാർത്ത അറിയിക്കേണ്ട, അവരതിൽ ചടഞ്ഞുകൂടി നിഷ്ക്രിയരായിരിക്കുമെന്നാണ്. പലർക്കും ആശയക്കുഴപ്പമുണ്ടാകാൻ സാധ്യതയുള്ളൊരു വാചകമാണിത്. ഇത്രയും മഹത്തായ ഒരു നന്മ, അള്ളാഹുവിനോട് പാലിക്കേണ്ടുന്ന ഹക്ക് തൗഹീദ്, അത് പഠിപ്പിച്ച, തിരിച്ച് അള്ളാഹു അവർക്ക് നൽകുന്ന ഔദാര്യം പ്രതിഫലം സ്വർഗം, അള്ളാഹു അവരെ ശിക്ഷിക്കുകയില്ല എന്ന മഹത്തായ പാഠം,
അതറിയിക്കുന്ന ഇസ്ലാമിൻ്റെ അടിത്തറയാകുന്ന ഒരു പാഠം ഈ ഹദീസിൻ്റെ പശ്ചാത്തലത്തിൽ ജനങ്ങളെ സന്തോഷവാർത്ത അറിയിക്കണ്ട എന്ന് നബി പറയേ, അവരാ വിഷയത്തിൽ നിഷ്ക്രിയരായി പോകുമെന്ന് നബി പറയുകയെ. ഇത് നമുക്ക് നമ്മുടെ ചിന്തയിൽ ചിലപ്പോൾ വന്നിട്ടുണ്ടാകും. പണ്ഡിതന്മാർ പറഞ്ഞു, എന്തുകൊണ്ടാണ് നബി അങ്ങനെ പറഞ്ഞത്? എന്തുകൊണ്ടാണ് നബി അങ്ങനെ പറഞ്ഞത്? ഈ ഭാഗത്ത് ധാരാളം പാഠങ്ങൾ കാണാം. ഒന്ന്, എല്ലാ ഇൽമും എല്ലാവരോടും പറയേണ്ട ആവശ്യമില്ല. ആളുകൾക്ക് ആവശ്യമുള്ളത് ആളുകളുടെ തരവും അതുപോലെ തന്നെ ആളുകളുടെ സാഹചര്യവും മനസ്സിലാക്കിയാണ് പറയേണ്ടത്. നമ്മൾ മനസ്സിലാക്കിയ എല്ലാ ഹക്കും നമ്മളെ സ്റ്റാറ്റസിൽ ഡെയിലി ഇങ്ങനെ മാലോകർക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കണമെന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നില്ല. ആളുകളുടെ അവസ്ഥയും സാഹചര്യവും താല്പര്യമനുസരിച്ച് സംസാരിക്കാവൂ. അതുകൊണ്ടാണ് നബി സഹാബികളുടെ കൂട്ടത്തിൽ മുആദ് റളിയല്ലാഹു അൻഹു ഇത് പ്രത്യേകം വിളിച്ചുണർത്തിയത്. നബിക്ക് എല്ലാ സ്വഹാബത്തിന് മുമ്പിൽ നിന്ന് ഇത് സംസാരിക്കായിരുന്നല്ലോ. എന്തുകൊണ്ട് നബി അത് ചെയ്തില്ല? ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനം മുആദ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ ശ്രേഷ്ഠരായ മറ്റു സ്വഹാബികളില്ല എന്നല്ല. മുആദ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ ശ്രേഷ്ഠരായ സ്വഹാബികളില്ലേ? ഖുലഫാഉർ റാഷിദീങ്ങളില്ലേ? അവർക്ക് ഈ പാഠമൊന്നും അറിയില്ല എന്നല്ല പറഞ്ഞതിനർത്ഥം. പക്ഷെ സ്വഹാബികളിൽ നവാഗതരായിട്ടുള്ള അധികം ആളുകൾക്കും ചിലപ്പോൾ ഇത് അറിയുന്നുണ്ടാകുകയില്ല. അവരെ ഇത് അറിയിക്കണ്ട എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനുള്ള കാരണം, ഒന്ന്, പണ്ഡിതന്മാർ പറഞ്ഞു, അവരിൽ പലരും ഇസ്ലാമിലേക്ക് പുതുതായി കടന്നു വന്നവരാകാം. അതുപോലെ തന്നെ ഇസ്ലാമിൽ സ്ഥിരത കൈവരിക്കാത്തവരാകാം. അതുകൊണ്ട് തന്നെ തൗഹീദ് മാത്രം ഉണ്ടായാൽ മതി, അള്ളാഹുവിനെ ശിർക്ക് വെക്കാതിരുന്നാൽ മതി, ബാക്കിയുള്ള നന്മകളൊന്നും ചെയ്തില്ലെങ്കിലും സ്വർഗത്തിൽ പോകാമെന്ന പ്രതീക്ഷയിൽ അവർ മറ്റു പ്രവർത്തനങ്ങൾ അനുഷ്ഠിക്കാതെ, മറ്റു സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കാതെ നിഷ്ക്രിയരായി അതിൽ ചടഞ്ഞുകൂടിയേക്കാം. ഈ ഹദീസിനെ അവലംബിച്ച് പണിയൊന്നും എടുക്കാതെ തൗഹീദ് ഉണ്ടായാൽ മതിയല്ലോ, കഴിച്ചിലാകുമെന്ന പ്രതീക്ഷയിൽ അവർ സൽക്കർമ്മങ്ങൾ കൊണ്ട് അധ്വാനിക്കാതെ നിഷ്ക്രിയരായി മാറിയേക്കാം. അതായിരിക്കും സ്വഹാബത്തിലെ പൊതുജനങ്ങളുടെ അവസ്ഥ. അതുകൊണ്ടായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അവസ്ഥ നന്നായി അറിയുന്നുണ്ട്. നബിയേക്കാൾ അവരുടെ അവസ്ഥ അറിയുന്ന മറ്റാരെങ്കിലും ഉണ്ടോ? ഇല്ല. എന്നാൽ ഈ അറിവ് സ്വഹാബത്തിൽ യോഗ്യരായ സ്ഥിരതയുള്ള സ്വഹാബികൾക്ക് അറിയിച്ചു കൊടുക്കണം. അതിന്റെ ഭാഗമാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുത്തത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ അറിയിക്കേണ്ടതില്ല എന്ന് നിരുപാധികം പറഞ്ഞില്ല. മറ്റൊരു മറുപടി ഇതാണ്, ജനങ്ങളെ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഒരാളെയും മുആദ് റളിയല്ലാഹു അൻഹു അല്ലാത്ത മറ്റൊരാളും ഇത് അറിയേണ്ട എന്ന അർത്ഥത്തിൽ പറഞ്ഞതുമായിരിക്കുകയില്ല. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ സ്ഥിരതയുള്ള, ദീനിൽ അടിയുറച്ചിട്ടുള്ള, ദീനിന്റെ വിശദാംശങ്ങൾ അറിയുന്ന സ്വഹാബികളോട് ഇത് പറയാം. നേരത്തെ പറഞ്ഞ നവാഗതരായിട്ടുള്ള, ദീനിൽ സ്ഥിരത നേടാത്ത ആളുകളോട് ഇത് പറയേണ്ടതില്ല എന്നായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചിട്ടുണ്ടാകുക. അപ്പൊ ഒരു ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ എങ്ങനെ നമുക്കിത് കിട്ടി? നബി പറയണ്ടെന്ന് പറഞ്ഞ കാര്യമാണല്ലോ. നമ്മൾ ഈ ഹദീസ് വായിക്കുന്ന എന്തുകൊണ്ടാ? മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞുകൊണ്ടാണല്ലോ. അപ്പൊ നബി പറയണ്ട എന്ന് പറഞ്ഞ കാര്യം മുആദ് റളിയല്ലാഹു അൻഹു പിന്നീട് എന്തിനു പറഞ്ഞു? പറയാതെ നമുക്ക് ഈ ഹദീസ് കിട്ടൂലല്ലോ. അതൊരു ചോദ്യമാണല്ലോ. എന്താണ് അതിനുള്ള മറുപടി? പണ്ഡിതന്മാർ പറയുന്നു, ഒന്നാമത്തെ മറുപടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് മുആദ് റളിയല്ലാഹു അൻഹു അറിയിച്ചു കൊടുത്ത സമയത്ത് ഉണ്ടായിരുന്ന ജനങ്ങളുടെ അവസ്ഥയിൽ നിന്ന് മാറ്റം വന്നിട്ടുണ്ടാകാം. പിന്നീട് സ്വഹാബത്തിൽ സാധാരണക്കാരെല്ലാം ദീനിൽ സ്ഥിരതയോടെ അടിയുറച്ച അവസ്ഥ ഉണ്ടാകാം. നബി ഭയപ്പെട്ട കാര്യം എന്താണ്? ഈ ഹദീസിനെ അവലംബിച്ച് സൽക്കർമ്മങ്ങളിൽ മുഴുകാതെ ആളുകൾ നിഷ്ക്രിയരായി പോകും. ആ അവസ്ഥയിൽ നിന്ന് ആളുകൾ നന്നായിട്ടുണ്ടാകാം. ആ അവസ്ഥക്ക് മാറ്റം വന്നപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടാകാം. അല്ലാതെ ഈ ഹദീസ് നമുക്ക് ലഭിക്കുകയില്ലല്ലോ. രണ്ടാമത്തേത്, പണ്ഡിതന്മാർ പറഞ്ഞു, മുആദ് റളിയല്ലാഹു അൻഹു അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന സ്വഹീഹുൽ ബുഖാരിയിലും മറ്റും വന്നിട്ടുള്ള ഹദീസിൽ കാണാം, വഅഖ്ബറ ബിഹാ മുആദ് ഇൻദ മൗതിഹി തഅസ്സുമൻ. മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മരണത്തോടടുത്ത സമയത്താണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു കൊടുത്ത ഈ മഹത്തായ നന്മ, ദീനിന്റെ അറിവ് മറച്ചു വെച്ചാൽ ഉണ്ടാകുന്ന കുറ്റബോധം അദ്ദേഹത്തെ അലട്ടിയതുകൊണ്ട് അദ്ദേഹം മരണസമയത്താണ് ഈ ഹദീസ്, അതിനോടടുത്ത സമയത്താണ്, മരണസമയത്ത് എന്നല്ല, മരണത്തോടടുത്ത സമയത്ത് അദ്ദേഹത്തിന്റെ ആയുസിന്റെ അവസാന കാലഘട്ടത്തിലാണ് അദ്ദേഹം ഇത് ജനങ്ങളെ അറിയിച്ചത്. സ്വഹാബത്തിൽ ആർക്കും ഈ ഹദീസ് അറിയില്ല എന്നത് ഈ പറഞ്ഞതിന് അർത്ഥമല്ല. സ്വഹാബത്തിൽ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനേക്കാൾ ശ്രേഷ്ഠരായ അബൂബക്കറും ഉമറും ഉസ്മാനും അലിയും റളിയല്ലാഹു അൻഹും അജ്മഈൻ അവരെ പോലെയുള്ളവരുണ്ട്. അവർക്കിതറിയാത്ത പാഠമായിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില പ്രത്യേക അറിവുകൾ
ചില പ്രത്യേക സ്വഹാബിമാർക്ക് പ്രത്യേകമായി അറിയിച്ചു കൊടുത്തിരുന്നു. അതും ഈ ഹദീസുള്ള പ്രധാനപ്പെട്ട പാഠമാണ്. ഒരു ആലിം, ഒരു പണ്ഡിതൻ, ഒരു അധ്യാപകൻ ചിലപ്പോൾ ചില കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന അഡീഷണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ, അധികരിച്ച അറിവ്, ഇൽമുൻ സായിദ്, അത് ചിലപ്പോൾ മറ്റു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവില്ല. അത് ഓരോരുത്തർക്കും യോജിച്ച രൂപത്തിൽ ചിലപ്പോൾ ക്ലാസ്സിൽ പൊതുവായി ചോദിക്കപ്പെടുന്നൊരു ചോദ്യത്തിന് പൊതുവായി നൽകുന്ന മറുപടി ആയിരിക്കില്ല. കുറച്ച് ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടി പേഴ്സണലായിട്ട് ഉസ്താദിനോട് വന്ന് ചോദിക്കുമ്പോൾ കൊടുക്കുന്ന മറുപടി, അത് കുട്ടികളുടെ നിലവാരവും കുട്ടികളുടെ അവസ്ഥയും തിരിച്ചറിയുന്ന ഒരു അധ്യാപകന്റെ നല്ല രീതിയാണ്, നല്ല അധ്യാപന ശൈലിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ സ്വഹാബത്തിൽ പലർക്കും പ്രത്യേകമായ ചില അറിവുകൾ കൈമാറിയിരുന്നു. അതോടൊപ്പം ഒന്നുകൂടി ഞാൻ ആവർത്തിക്കട്ടെ, എല്ലാ അറിവും, ദീനിന്റെ എല്ലാ അറിവും എല്ലായിടത്തും ഒരുപോലെ പ്രചരിപ്പിക്കണം, മാലോകർക്ക് മുമ്പിൽ വിളംബരം ചെയ്യണമെന്നതും ഇസ്ലാമിന്റെ പാഠമല്ല. സാഹചര്യവും സന്ദർഭവും നോക്കി അള്ളാഹുവിന്റെ ദീനിന്റെ വിജ്ഞാനം, പ്രത്യേകിച്ച് ആളുകൾക്കിടയിൽ അന്യമായിട്ടുള്ള ഇസ്ലാമിന്റെ അടിത്തറയെക്കുറിച്ചല്ല ഞാനീ പറയുന്നത്, തൗഹീദും അതുപോലെ തന്നെ ശിർക്കും ബന്ധപ്പെടുന്ന ഇസ്ലാമിന്റെ അടിത്തറയെക്കുറിച്ചുള്ള പാഠങ്ങളല്ല പറയുന്നത്. ചില വാജിബായ കാര്യങ്ങൾ പോലും ചിലപ്പോൾ നമ്മളത് കൽപ്പിച്ചാൽ അതിനേക്കാൾ വലിയ മഫ്സദത്ത്, ഷർറ് അവിടെ ഉണ്ടാകുമെങ്കിൽ അവിടെ നമ്മൾ ഹിക്മത്ത് പാലിക്കണം, അവിടെ നമ്മൾ സംയമനം പാലിക്കണം. അതിനുമപ്പുറത്ത് നമ്മൾ ആ മസാലകൾ മുമ്പ് വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. സുന്നത്തായ കാര്യങ്ങൾ, ഐച്ഛികമായ കാര്യങ്ങൾ, അത് ആളുകൾ അതിനോട് കാർക്കശ്യം കാണിച്ച് അത് സമൂഹത്തിലും അല്ലെങ്കിൽ കുടുംബത്തിലൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി നിർബന്ധം ചെലുത്തി വലിയ ഫിത്നകളും അതല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങളും വൻപാപങ്ങളിൽപ്പെട്ട എന്താ പറയുക കുടുംബ ബന്ധം മുറിക്കലുമൊക്കെ ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ അവിടെ നമ്മൾ മസ്ലഹത്തും മഫ്സദത്തും തുലനം ചെയ്യാൻ പഠിക്കുന്നവരാകണം. ഇത് വലിയ കാര്യമാണ്. മസ്ലഹത്തും മഫ്സദത്തും താരതമ്യം ചെയ്ത് നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഒരു നന്മ നടപ്പിലാക്കുന്നതിനേക്കാൾ നമ്മൾ മുന്തിക്കേണ്ടത് അതുകൊണ്ടൊരു തിന്മ സംഭവിക്കുമെങ്കിൽ ആ തിന്മ തടയലാണ്. നമ്മൾ ആ ഖവായിദുകൾ ഹദീസിന്റെ ദർസുകൾ വിശദമായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ജൽബുൽ മസാലിഹ് മുഖദ്ദമുൻ ദർഉൽ മഫാസിദി മുഖദ്ദമുൻ മിൻ ജൽബിൽ മസാലിഹ്. നന്മകൾ സ്വായത്തമാക്കുന്നതിനേക്കാൾ നമ്മൾ മുന്തിക്കേണ്ടത് തിന്മകൾ തടയുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഹദീസിന്റെ പ്രധാനപ്പെട്ട പാഠങ്ങളായി ഇത്തരം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച അടുത്ത ബാബ് നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഹദീസിന്റെ ഈ ബാബിന്റെ അവസാനം അതിലുള്ള ഓരോ മസാലകളും ശൈഖ് എണ്ണി പറയുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വായിക്കാം. هذا والله تعالى أعلم وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم.